ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, हमारे स्वर्गीय पिता, ഒരു നല്ല ദിവസം കൂടെ ഞങ്ങൾക്ക് ദാനം തന്നതിന് നന്ദി. एक अच्छा दिन आपने दान में दिया, इसलिए आपका धन्यवाद। ഈ ദിവസം ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ये दिन हमने हमारी जिंदगी में पहले कभी नहीं देखा, അതുകൊണ്ട് ഇന്നത്തെ ദയ ഇതുവരെയുള്ള ദയയേക്കാൾ വലുതായി. इसलिए आज हमने जो दया हम अनुभव कर रहे हैं वो अब तक के सबसे अब तक जो अनुभव किया उससे श्रेष्ठ है। ദൈവവചനം പറയുന്നു, ദിനം പ്രതി നിന്റെ ദയ പുതുക്കി വരുന്നു. और परमेश्वर तेरा वचन कहता है कि हर दिन तेरी दया नई है। ഇന്ന് ഞങ്ങൾക്ക് ഒരു പുതിയ ദയയുള്ളതിനാൽ സ്തോത്രം. और आज हमारे लिए एक नई दया है, इसलिए आपका धन्यवाद। അതിന്റെ ഉറവിടം കൃപയിലായതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ കൃപയുടെ കരുത്ത് വർദ്ധിക്കുന്നതിന്, और वो दया कृपा की स्रोत से आती है और वो कृपा की बढ़ोतरी हो रही है, इसलिए धन्यवाद। ഇന്ന് ഞങ്ങൾക്ക് പുതുതുണ്ട്. और आज हमारे लिए आपने कुछ नया तैयार किया है। ഇന്നലത്തെ മന്ന എടുത്ത് ഇന്ന് തരുന്ന ദൈവമല്ല, ഇന്ന് പുതിയ മന്ന തരുന്നത്. कल का मन्ना उठाकर आज देने वाला परमेश्वर नहीं है, आज के लिए नई मन्ना है। ആ പുതിയ മന്നയ്ക്ക് പുതിയാൻ പുതിയ മഞ്ഞുണ്ട്. और उस नए मन्ना को लेकर आने वाली एक नई ओस है। അപ്പൊ സുരക്ഷിതവും ഞങ്ങളുടേത് പുതിയതാ. यानी सुरक्षा भी एक नई है आज के लिए। ഇന്നത്തെ പുതിയ സുരക്ഷയ്ക്കായി സ്തോത്രം. आज की नई सुरक्षा के लिए तेरा ഇന്നത്തെ धन्यवाद। പുതിയ ഭോജനത്തിനായി സ്തോത്രം. आज के नए भोजन के लिए तेरा धन्यवाद। ഞങ്ങളെ തൃപ്തിപ്പെടുത്താൻ പോകുന്നതിന് നന്ദി. हमें तृप्त करने के लिए धन्यवाद। കടന്നു വന്ന ജനത്തെ വെറുതെ അയക്കണം. आए हुए सभी लोगों को पिता खाली हाथ ना भेजना। വന്ന ജനത്തെ 3 ദിവസം പിടിച്ചിരുത്തിയ സ്വർഗീയ മന്നയും തിരിച്ചു പോകുമ്പോൾ ക്ഷീണിക്കാതിരിക്കാനുള്ള ഭൗതിക മന്നയെ ഒരുമിച്ച് കൊടുത്ത അപ്പനെയാ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. हम ऐसे पिता का प्रचार करते हैं जो आए हुए लोगों को 3 दिन बिठाकर आत्मिक भोजन और फिर जाने से पहले एक शारीरिक भोजन भी उनको देकर उन्हें भेजा। 3 ദിവസം പിടിച്ചിരുത്തിയ കരുത്തുള്ള ആത്മീയ മന്ന. ऐसी आत्मिक मन्ना जो 3 दिन तक लोगों को एक ही जगह पर बिठा के रखे। പ്രാർത്ഥന കേട്ടതിന് നന്ദി. प्रार्थना सुना इसलिए धन्यवाद। മഹത്വം അങ്ങേക്ക്. महिमा आपको യേശുവിൻ നാമത്തിൽ. यीशु के नाम में मांगते हैं पिता, सुन और ग्रहण कर। ആമേൻ. आमेन ആമേൻ. आमेन। കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. यीशु मसीह के नाम में आप सबका स्वागत करता हूँ। അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आशीष भरा इस दिन का मैं आपको धन्यवाद देता, परमेश्वर को धन्यवाद देता हूँ। അനുഗ്രഹിക്കപ്പെട്ട ഓർഡിനേഷൻ സർവീസ് ഇന്നലെ നടത്തുവാൻ ദൈവം നമുക്ക് ഇടയാക്കി. पिता ने हमें मौका दिया कि हम एक बहुत बड़े आशीषित सभा करें जिसमें परमेश्वर के दासों को नियुक्त कर रहे हैं। കർത്താവിൻ്റെ ദാസി എല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. इसके बारे में परमेश्वर के दासी ने पहले से ही कहा, इसलिए मैं उसको दोबारा नहीं बोलना चाहता। വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഒരു വലിയ ഗഹനമേറിയ വിഷയമാണ് ദാസി നിങ്ങളോട് പറഞ്ഞു. एक छोटे से समय में बहुत गहरा विषय उन्होंने आपसे बांटा। അത് പ്രസംഗിച്ച് തിയറി കൊണ്ട് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല. वो ऐसा प्रचार कर कर समझने वाली चीज़ नहीं है। അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ഒരു പാസ്റ്റർ ആകാൻ പ്രാർത്ഥിക്കണം. अगर उसकी पूरी तरह से समझना है तो आज से आप प्रार्थना करें कि मुझे पास्टर बनाना। പ്രൊഫഷണൽ പാസ്റ്റർ ആകാനല്ല, ദൈവത്തിന്റെ ദാസനാകാൻ. पास्टर का प्रोफेशन उठाने के लिए नहीं, पर परमेश्वर का दास बनने के लिए। ശമ്പളം മേടിക്കുന്ന പാസ്റ്റർ ആകാനല്ല, തമ്പുരാന്റെ വേല ചെയ്യുന്ന പാസ്റ്റർ ആകാൻ. तनख्वाह लेने वाला पास्टर बनने के लिए नहीं, परमेश्वर की सेवकाई करने वाला पास्टर बनने के लिए। आमेन। മോശയോട് ചോദിച്ചാൽ പറയും, എൻ്റെ വേലയുടെ കൂലി തരുന്നത് എൻ്റെ ദൈവം. अगर आप मूसा से पूछेंगे तो मूसा बोलेगा, मैं जो सेवकाई करता हूँ उसकी तनख्वाह मुझे परमेश्वर देता है। ഞാൻ ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. और मैं उस परमेश्वर पर विश्वास करता हूँ। ഞാൻ ശമ്പളത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. मैं तनख्वाह में विश्वास नहीं करता। ഞാൻ കർത്താവ് തരുന്ന കൂലിയിൽ വിശ്വസിക്കുന്നു. परमेश्वर जो देता है मुझे, मैं उस पर विश्वास करने वाला व्यक्ति हूँ। ഇവിടെ ഇരിക്കുന്ന നിങ്ങളല്ല ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു ഓഫീസിനോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ കീഴിൽ ജോലി ചെയ്യുന്നവരാ. आप में से सब लोग किसी ऑफिस में या किसी व्यक्ति के अधीन में काम करते हैं। ബിസിനസ് നടത്തുന്നവരോട് ചോദിച്ചാലും പറയും അവർക്കൊരു ക്ലയന്റ് ഉണ്ട്, അവർ ഡിപ്പെൻഡാ. बिजनेस करते हैं तो भी बोलेंगे कि हमारा एक क्लाइंट है, हम उनके अधीन में हैं, हम उन पे डिपेंडेंट है। പ്രഭുവിനോടൊക്കെ ചോദിച്ചാൽ അത് മനസ്സിലാകും. प्रभु से पूछेंगे तो प्रभु भी वही बताएगा। എന്നാൽ ഞാൻ ഒരാളുടെ
സേവകനാ, लेकिन അതെന്റെ സ്വർഗത്തിലെ അപ്പച്ചന്റെ. पर मैं किसी के अधीन में हूँ, वो मेरा स्वर्गीय पिता है। ആമേൻ, आमेन। ആമേൻ. അതുകൊണ്ട് എന്റെ കൂലി തരേണ്ട സ്വർഗത്തിലെ അപ്പച്ചനാ. इसलिए मेरी तनख्वाह स्वर्गीय पिता से आनी चाहिए, അതിന്റെ പേരാ പാസ്റ്റർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. और उसी का नाम पास्टर है, ऐसा मैं विश्वास करता हूँ। കാരണം യേശു കർത്താവ് ആദ്യത്തെ പാസ്റ്റർമാരെ പറഞ്ഞു വിട്ടു പറഞ്ഞു, വടിയും പൊക്കണവും സഞ്ചിയും ഒന്നും എടുക്കല്ലെന്ന്. क्योंकि जब यीशु मसीह पहले पास्टर के झुंड को भेजा तो उनको बोला थैली, कपड़ा, लकड़ी ये सब मत लेकर जाओ। അതിന്റെ അർത്ഥം നിങ്ങളതൊന്നും എടുക്കണ്ട, പോകുന്ന വഴി ചത്തോളാം. कि तुम ये सब मत लेकर जाओ, तुम जिस रास्ते में जा रहे हो मैं वहां तुम्हें पहुंचा दूंगा ये चीजें। പോകുന്ന വഴിയിൽ നിന്നെ നഗ്നനാക്കുന്ന ഒരു ദൈവത്തെ അല്ല നീ പ്രസംഗിക്കുന്നത്. हम ऐसे यीशु का प्रचार नहीं करते जो तुझे रास्ते में नग्न कर दे। തോട്ടം മുതലേ നഗ്നത മറച്ച ദൈവത്തെ ഞാൻ एदन പ്രസംഗിക്കുന്നു. वाटिका से ही नग्नता को छुपाने वाला एक परमेश्वर है हमारा परमेश्वर। आमेन। പട്ടിണിക്കിടുന്ന ദൈവത്തെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. भूखा रखने वाले परमेश्वर को मैं प्रचार नहीं करता। തോട്ടത്തിലുള്ള മുഴുവൻ വൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുത്ത ദൈവത്തെ ഞാൻ പ്രസംഗിക്കുന്നു. वाटिका के हर एक फल को खाने के लिए दिया हुआ परमेश्वर का प्रचार मैं करता हूँ। ഈ ഭൂമിയിൽ ഏറ്റവും സുരക്ഷിതമായി നിന്നെ നടത്താൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ. इस पृथ्वी में सुरक्षित तौर पर तुझे रखने का एक ही व्यक्ति कर सकता है, അവന്റെ പേരത്ര കർത്താവായ യേശു. उसका नाम है यीशु मसीह। എന്നോട് ഞാൻ പറയും, നിങ്ങൾ കേട്ടില്ലെന്ന് തോന്നുന്നു. मुझे लगता है कि आपने सुना नहीं। ഒറ്റ ഒരാൾക്ക് നിന്നെ സുരക്ഷിതമായി നടത്താൻ കഴിയും. एक ही व्यक्ति तुझे सुरक्षित चला सकता है, അവന്റെ പേരത്ര കർത്താവായ യേശു. उसका नाम है यीशु मसीह। പകരം വെക്കാൻ ഒരാളുമില്ല. उसके बदले में रुकने के लिए कोई और व्यक्ति नहीं है। അവന്റെ കരത്തിൽ നീ സുരക്ഷിതനാ. उसके हाथों में तू सुरक्षित है। ഉലകത്തിൽ ആരും അവന്റെ കൈയുടെ വിള്ളയിൽ, കൈയുടെ കൈപ്പത്തിയിൽ വരച്ചു വെച്ചിട്ടില്ല. അങ്ങനെ ഒരാളെ വരച്ചു വെച്ചിട്ടുള്ളൂ, അതെന്റെ യേശു കർത്താവ് മാത്രമാണ്. किसी ने आपको अपने हाथों की रेखा बनाकर नहीं रखा। अगर ऐसा कोई व्यक्ति है जिसने किया तो वो मेरा यीशु मसीह है, जिसने आपको उसके हाथों की रेखा बनाकर रखा है। ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈയുടെ വെള്ളയെ നോക്കിയിട്ട് പറയും, ഇതുപോലൊരു വര അങ്ങയുടെ കൈക്കകത്തുണ്ടല്ലേ, അത് ഞാനല്ലേ. और कभी कभी मैं भी अपने हाथों को देखता हूँ, उन रेखाओं को देखता हूँ और परमेश्वर से कहता हूँ कि परमेश्वर तेरे हाथ में भी ऐसा एक रेखा है और वो मैं हूँ ना। ആമേൻ. आमेन। ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കണം, ശക്തി മനസ്സിലാവും. कभी कभी ऐसे ही परमेश्वर से बात करके देखो, उसका सामर्थ्य महसूस होगा। നിന്റെ കൈയുടെ വെള്ളയെ നോക്കിയിട്ട് പറഞ്ഞു, ഇതുപോലൊരു വര യേശുവിൻ്റെ കയ്യിലും ഉണ്ട്. अपने हाथ की उस रेखा को देखकर बोलेंगे, देखो और बोलो कि ऐसा एक रेखा मेरे परमेश्वर के हाथ में भी है, കാരണം ഞാൻ അവൻ്റെ സ്വരൂപമാണ്. क्योंकि मैं उसका स्वरूप हूँ। അപ്പൊ അവൻ്റെ കയ്യിലെ രേഖയിൽ ഞാനൊരു രേഖയാണ്. और तो उसके हाथों की वो रेखा में मैं एक रेखा हूँ। आमेन। ഞാൻ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, കണ്ണടിക്കകത്ത് നോക്കും. मैं इन दिनों ये काम करता हूँ, मैं आईने में अपने आप को देखता हूँ। പൊതുവെ കണ്ണാടി നോക്കുന്ന ആളല്ല ഞാൻ. मैं ऐसे आईने में नहीं देखता था अपने आप ഇപ്പൊ को। ഈയിടെയായിട്ട് കുറച്ച് കൂടുതൽ കണ്ണാടി നോക്കാം. इन दिनों थोड़ा ज्यादा ही आईना देख रहा हूँ। കണ്ണാടി നോക്കുന്നത് മുഖം കാണാനല്ല, आईने में मैं अपने चेहरे को नहीं देखता, ഞാൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി കാണാനായി നോക്കുന്നത്. मैं ऐसे मेरे आँखों के जो पुतली है उसको देखने की कोशिश करता हूँ, കാരണം എൻ്റെ ദൈവം പറഞ്ഞു, क्योंकि मेरा परमेश्वर ऐसे बोलता ഞാൻ है അവൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. कि मैं उसकी आँखों की पुतली हूँ। ഞാൻ പറയും, ഇതുപോലുള്ള കണ്ണിനകത്തിരിക്കുന്ന ആ കൃഷ്ണമണിയാണ് ഞാനല്ലേ. तो मैं ऐसे देखकर बोलता हूँ कि परमेश्वर जिस तरह मेरी आँख की पुतली है, मैं भी तेरे आँख में इसी प्रकार हूँ ना। കർത്താവിനെ അടുത്തറിയാനുള്ള എളുപ്പ വഴികളാണ് ഞാനീ പറയുന്നത്. परमेश्वर को नजदीक से जानने का एक आसान तरीका बता रहा हूँ तुम लोगों को। ശനിയാഴ്ച രാവിലെ എൻ്റെ ആത്മീയ പിതാവിൻ്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ കിടക്കുക. शनिवार सवेरे में मेरे आत्मिक पिता का सभा സോറി, വെള്ളിയാഴ്ച രാവിലെ. शुक्रवार के सभे मेरे आत्मिक पिता की जो मीटिंग है वो अटेंड कर मैं ऐसे लेटा था। അന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എൻ്റെ ആത്മീയ പിതാവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയി ഇരുന്നാലും നിങ്ങൾക്ക് എൻകൗണ്ടറുകൾ നടക്കും. उस मेरे आत्मिक पिता ने इस तरीके से कहा कि सभा के बाद भी जब तुम तुम्हारे घर पे होंगे तो तुम्हारी मुठभेड़ परमेश्वर से होगी। ഞാൻ ആ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുമ്പോൾ ശരീരത്തിലെ അസ്വസ്ഥത കൊണ്ട് ഇച്ചിരി മാനസികമായി വിഷമിച്ച ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. तो जब मैं उस सभा में भागीदार बना, मैं थोड़ी शारीरिक तौर पर कमजोरी थी, इसलिए मुझे थोड़ा दुख भी हो रहा था उस बारे में। എൻ്റെ കാലിന് ഇച്ചിരി നീര് കൂടുതലായിരുന്നു. मेरे पैर में थोड़ी सूजन बढ़ गई, ഒരു കാലിന് മാത്രം.
से केवल एक ही पैर में എൻ്റെ കൈക്ക് നീരുണ്ടായിരുന്നു. और हाथ में भी सूजन आने लग गया. എനിക്ക് ആ സൈഡ് ഒരു അസ്വസ്ഥതയായി. तो मुझे थोड़ा अस्वस्थता महसूस हुआ. ഞാനങ്ങ് അസ്വസ്ഥനായി. तो मैं उस अस्वस्थता में खड़ा था എൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. और मैं जानता हूँ उसका कारण क्या है. അതെന്തുവാണെന്നാണ് ദൈവത്തിന്റെ ദാസി ലിൻസി പ്രസംഗിച്ചത്. और उस अस्वस्थता का कारण क्या है वही परमेश्वर की दासी लिंसी ने आपसे प्रचार किया. ഞാൻ ഇച്ചിരി അസ്വസ്ഥനായി. तो उस अस्वस्थता के बाद ഞാൻ എന്നിട്ട് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. मैं उस सभा में बैठा था. പക്ഷെ അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ എന്നെ ദൈവാത്മാവ് സ്പർശിക്കാൻ തുടങ്ങി. पर उस सभा में जैसे मेरे पिता बात कर रहे थे पवित्र आत्मा मुझे छूने लग गया. ഞാൻ ആത്മാ സാന്നിധ്യത്തിനകത്ത് ആ ബെഡിലേക്ക് വീണു. मैं उस आत्मिक उस उपस्थिति में मैं जिस बेड पे बैठा था मैं उस पर गिर गया. ഞാൻ ചില മിനിറ്റുകൾ അതേ ആത്മതലത്തിൽ അവിടെ കിടന്നു. और कुछ समय तक उसी आत्मिक स्तर पर मैं वहाँ लेटा हुआ था. എന്നിട്ട് ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേറ്റു. और मीटिंग के बाद मैं उठा. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഏർലി മോർണിംഗ് എഴുന്നേറ്റ് ഞാൻ പിന്നെ ഇച്ചിരി ഉറങ്ങാറുണ്ട്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. क्योंकि सभा सवेरे 5:30 की थी तो मैं हमेशा वो अटेंड करने के बाद थोड़ा सोता था पर आज मैं सो नहीं पा रहा था. എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് തോന്നുന്നു. तो मुझे ऐसे लग रहा था कि मुझे प्रार्थना करना है. ഞാൻ അന്ന് വൈഫ് അന്ന് വീട്ടിലുണ്ട്. तो मेरी पत्नी घर में थी. അവളോട് ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ഇച്ചിരി നേരം പോയി കിടക്കും. ഞാൻ പറഞ്ഞു എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. तो उन्होंने मुझे बोला कि आप थोड़ी देर सो जाओ. तो मैंने बोला मुझे हो नहीं रहा सोने के लिए. എനിക്ക് പ്രാർത്ഥിക്കണം. मुझे प्रार्थना करना है. ഞാൻ ബെഡിൽ കയറി കിടന്നു. तो मैं बेड पे वहाँ पे लेटा പ്രാർത്ഥിക്കാൻ തുടങ്ങി. और प्रार्थना करना शुरू किया. ഞാൻ കരയാൻ തുടങ്ങി. और रोना शुरू किया. എനിക്ക് ഒരു വാക്കും പറയാൻ പറ്റുന്നില്ല. मैं प्रार्थना में कुछ ऐसे शब्दों को बोल नहीं पा रहा था. ഞാൻ ഇങ്ങനെ ചെറുകെ കണ്ണടച്ചു. और मैंने थोड़ी अपने आंखों को बंद किया. ഞാൻ അന്നേരം ഓർത്ത് ഉറങ്ങാൻ പോവായിരിക്കും. मुझे लगा कि शायद नींद आ रही होगी. ഞാൻ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്തു. तो मैंने प्रार्थना बंद किया. ഞാൻ ഇങ്ങനെ ചരിഞ്ഞു കിടക്കാം. और मैं ऐसे सोने की तैयारी करने लग गया. എൻ്റെ തോളെ വന്ന് 2 പ്രാവശ്യം കൊട്ടി. तो मेरे कंधे पे आके किसी ने 2 बार ऐसे खटखटाया. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. तो मैं तुरंत उठ गया. ഞാൻ ഓർത്തു മമ്മി ആയിരിക്കും. मुझे लगा शायद माँ होगी. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഉറക്കത്തിലല്ല. तो मैं समझ गया कि मैं सो नहीं रहा. എൻ്റെ ആ റൂമിൽ ആരുമില്ല. मेरे उस कमरे में कोई नहीं था. വീണ്ടും ഞാൻ കടന്നു. मैं फिर से सोने की कोशिश करने लग गया. തട്ടി. फिर से किसी ने मेरे कंधे पे ऐसे हाथ लगा. ഞാൻ ഈ പ്രാവശ്യം എഴുന്നേറ്റു. पर अब मैं उठा नहीं. പകരം എന്നോട് പറയുക, पर ऐसे आवाज आई मेरे पास നീ എന്തിനാ വിഷമിക്കുന്നത്? कि बेटा तू क्यों उदास है? ഈ വിഷമം ഞാൻ വഹിച്ചതല്ലേ? ये जो उदासी है ये मैंने अपने ऊपर ले लिया था ना. എൻ്റെ അകത്തുനിന്ന് ആ വിഷമം എടുത്തു മാറ്റുന്ന പോലെ അങ്ങ് മാറ്റി. मेरे अंदर से वो जो पूरा भार था किसी ने उसी समय निकाल कर बाहर फेंक दिया. ആ യേശു ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. और वो यीशु आज यहाँ पर मौजूद है. നിന്നിൽ നിന്ന് ചിലത് എടുത്തു മാറ്റാൻ. तेरे अंदर से कुछ निकाल कर फेंकने के लिए. ഇത് അവൈലബിൾ ആണ് നിനക്ക്. ये तेरे लिए मौजूद है. ഞാൻ ഇതെന്തിനാ നിങ്ങളോട് പറഞ്ഞതെന്നറിയാം. मैं ये आपसे क्यों बांट रहा हूँ? എൻ്റെ അപ്പൻ ആത്മീയ പിതാവ് ഏകദേശം 37 ദിവസമായി ആത്മീക ഉണർവിനെ കുറിച്ച് പ്രസംഗിക്കുകയല്ല, തെളിയിച്ച് കാണിച്ചുകൊണ്ടിരിക്കുക. 37 डेज से भी अधिक मेरे आत्मिक पिता वहाँ पे मॉन्ट्रियल में बेदारी के बारे में केवल प्रचार नहीं उसका प्रकटीकरण साबित कर रहे हैं वहाँ पर कनाडा ഇത് में. കാനഡയിൽ നടക്കുക. ये कनाडा में हो रहा है ഇത് നമ്മൾ സൂമിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക. और ये जूम में हम यहाँ देख रहे थे ഇത് ഇവിടെ സംഭവിക്കുക. और वो यहाँ पर भी हो रहा था. അപ്പൊ എത്രയ്ക്ക് കരുത്താണ് നമ്മുടെ ദൈവം എന്ന് ഓർത്ത്. तो सोचिए हमारे परमेश्वर कितना सामर्थ्य परमेश्वर है. അവിടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ വായിന്ന് വാക്ക് വരുന്നത്. वहाँ बैठकर वो शब्द वो बात कर रहे हैं. അത് ഡിവൈസ് വഴി ഇവിടെ എത്തുന്നു. वो उस डिवाइस से हमारे पास तक पहुँचता है. ഈ ഡിവൈസിന് ഒരു പവറും ഇല്ല. ये डिवाइस में कोई सामर्थ्य नहीं. അദ്ദേഹത്തിന്റെ ശബ്ദത്തിനകത്ത് വന്ന പവർ അപ്പൊ ഏതാ? तो सोचिए कि उनके आवाज में जो सामर्थ उतर रही है वो सामर्थ कौन सी എന്റെ है. കയ്യിലിരിക്കുന്ന ഫോണിലൂടെ ഞാനത് കേട്ടു. मेरे फोन से मैं उस आवाज को सुन रहा हूँ അതെന്റെ ശരീരത്തെ തൊടുക. पर वो मेरे शरीर को छू रहा അതെന്റെ है. മനസ്സിനെ തൊടുക. वो मेरे मन को छू रहा അതെന്റെ है. ആത്മാവിനെ തൊടുക. वो मेरे आत्मा को छू रहा है. അതുകൊണ്ടാണ് ഈ വചനത്തെ കുറിച്ച് പറയുന്നത്. इसलिए वचन इस प्रकार कहता है ഇത് പ്രാണനെയും സന്ധി മജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാ. कि परमेश्वर का वचन ऐसे दो मुही तलवार है जो प्राण और मांस को अलग कर देता है. आमेन. आमेन. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग इस बात को समझ सकते हैं? നിങ്ങള്
ഒന്നും വേണ്ടാത്ത ഒന്നും കേൾക്കുന്നില്ല, എല്ലാം വേണ്ടുന്നതേ കേൾക്കുന്നുള്ളൂ. आप अभी ऐसा कुछ भी नहीं सुन रहे जो आपको जरूरत नहीं. हर शब्द जो आप अब सुन रहे हैं उसकी आपको जरूरत है. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, मैंने आपको पिछले हफ्ते समझाया था, ഒരു ദൈവം നിന്നോട് നടന്നെടുക്കുന്നുണ്ട്. एक परमेश्वर तेरी ओर चलकर आ रहा है. എന്നാൽ ഇന്ന് ഞാൻ പറയുന്നു, पर आज मैं तुमको कह रहा അവൻ हूँ നിന്നെ തട്ടി വിളിക്കാൻ വരുന്നു. वो आज तुझे छूने के लिए आ रहा है. അവൻ നടന്നെടുക്കുന്നത് वो चलकर तेरे पास इसलिए आया രഹസ്യത്തിൽ है, നിന്നെ കണ്ടേച്ചു പോകാനല്ല, रहस्य में तुझे देखकर जाने के लिए नहीं, പകരം നിന്നെ ഒന്ന് തട്ടി ഉണർത്താൻ, बदले में तुझे खटखटाकर तुझे उठाने के നിന്നിൽ നിന്ന് लिए, ചിലത് പറിച്ചു മാറ്റാൻ, तुझ में से कुछ चीजों को निकाल कर फेंकने के നിനക്ക് लिए. വേണ്ടാത്തത് ചിലത് നിന്നിൽ ഇരിപ്പുണ്ട്, तुझे नहीं चाहिए ऐसी कुछ चीजें तेरे अंदर है, നിനക്ക് പ്രയോജനമില്ലാത്തത് ചിലത് നിന്റെ അകത്തിരിപ്പുണ്ട്. ऐसी कुछ चीजें तेरे अंदर है जिसकी तुझे जरूरत नहीं. നിന്നെ അസ്വസ്ഥമാക്കുന്ന ചില വിഷയങ്ങൾ നിന്റെ വീട്ടിലുണ്ട്. ऐसी कुछ विषय तेरे घर में है जो तुझे अस्वस्थ कर रही है. നിന്റെ ആത്മീയ ജീവിതത്തെ പോരാടുന്ന ചിലത് നിന്നിലുണ്ട്. ऐसी कुछ चीजें तेरे अंदर है जो तेरी आत्मिक जीवन से लड़ाई कर रही है. നിനക്ക് വേണ്ടി ദൈവം വരച്ചു വെച്ച നാളകളെ അസ്വസ്ഥമാക്കുന്ന ചില വേണ്ടാത്ത കളകൾ നിന്നിലുണ്ട്. तेरे कल को बर्बाद करने के लिए कुछ जो चीजें हैं जो नहीं चाहिए, ऐसी कुछ चीजें तेरे जिंदगी में आज मौजूद है. അത് പറിച്ചെടുക്കാൻ കഴിയുന്ന പെർഫെക്റ്റ് ഹാൻഡ് അതെന്റെ അപ്പന്റെ ഹാൻഡ്. उसको निकाल कर फेंकने के लिए एक सिद्ध हाथ है, वो मेरे पिता का हाथ है. അത് പിന്നെ തിരിച്ചു വരത്തില്ല. ओ एक बार वो निकालेगा तो वो वापस तेरे അതിനെ जिंदगी में, വേരോടെ പറിക്കാൻ वो जड़ के साथ निकालने के लिए. क्षमा दरा वाला बाउडी बिरियांदरा ഹതുരാ ജഗദന. अर्खरबला ഇന്ന് പകലത് സംഭവിക്കട്ടെ. आज सवेरे वो होने पाए. ചിലത് വേരോടെ പറയപ്പെടട്ടെ. जड़ के साथ कुछ चीजें निकाल कर फेंक दिया നിനക്കത് जाए. മനസ്സിലാകുന്നില്ല. तू वो नहीं जानता. എവിടെ അതിന്റെ കാരണം, उसका कारण क्या है, എവിടെ അതിന്റെ ശരി, वो उसका सही क्या എവിടെ है, അതിന്റെ തെറ്റ്, उसका गलत क्या है, എന്താണ് അതിന്റെ ന്യായം, उसके सही क्या അത് है, നിനക്കറിയത്തില്ല. तू नहीं എന്നാൽ जानता. അത് പറിച്ചു കളയാൻ കഴിയുന്ന लेकिन उसको उखाड़ कर ഒരു फेंकने के കരം लिए ഇന്ന് ഇറങ്ങി വരുന്നുണ്ട്. एक हाथ तेरे ऊपर आ रहा വീര്യം है, പ്രവർത്തിക്കുന്ന കരം, जो सामर्थ चीजों को कर सकता ഉയർന്നിരിക്കുന്ന है, കരം, जो ऊपरी स्तर से आ रहा है, നിന്നെ തലോടുന്ന കരം, तुझे सहलाने वाला നിന്നെ हाथ, വഹിക്കുന്ന കരം, तुझे लेकर चलने वाला നിന്നെ हाथ, വരച്ചിരിക്കുന്ന കരം. तुझे तेरा चित्र बनाकर रखा हुआ एक हाथ. या रमानदा रबल खमदिरी दरबलवा उड़ा बरबल बम शमदिरी अंदरसी अडगल बारगसी. നീ റിഫ്രഷ് ആകുന്ന പകലാ ഇത്. ये सवेरे तू एक ताजापन को महसूस നിന്നെ करेगा. വേണ്ടാത്തത് പറിച്ചു മാറ്റുന്ന പകൽ. ऐसा सवेरे जो चीज तुझे नहीं चाहिए, നിന്നിൽ उसको നാളകളിൽ उखाड़ വേണ്ടാത്തത്, फेंके. कल जो तुझे नहीं चाहिए, നിന്നിൽ നാളകളിൽ ആവശ്യമില്ലാത്തത് जो चीजों की तुझे जरूरत नहीं, പറിച്ചു മാറ്റുന്ന ദിവസമായി ഇന്ന്. उसको निकाल कर फेंकने वाला सवेरे है അതിനെ आज. രക്തം ശുദ്ധീകരിക്കുന്ന ദിനമായി ഇന്ന്. तुझे शुद्ध करने वाली एक सवेरे. Come on! शिगाला दसिया दरबा दामना बरबा शिखारे अदलरबा दामना बरबा लबशका इडादलरबा शंद रिखादियांदला रस्यांदा. ഇന്ന് ഓപ്പറേഷൻ നടക്കട്ടെ. आज परमेश्वर वो ऑपरेशन करने दे. ഓപ്പറേഷൻ നടക്കട്ടെ. आज उसको खोलकर उसको ഇത് अलग करने दे. ക്രിയേറ്ററാ, ഇത് ക്രിയേറ്ററാ, वो सृष्टि करने वाला है, ഇത് റീക്രിയേറ്ററാ, वो पुनर्सृष्टि करने वाला ഇത് परमेश्वर है. റിനോവേറ്ററാ. वो नए चीजों को करने ഇത് वाला പുതുക്കി परमेश्वर പണിയുടെ है. പകലാ. वो नई चीजों को करने ഇത് वाला परमेश्वर है. റീസ്റ്റോറേഷന്റെ പകലാ. ये पुनर्स्थापना का सवेरे ഇത് है, റീക്രിയേഷന്റെ പകലാ. ये पुनर्सृष्टि का सवेरे है. ദൈവം ചിലതിന്ന് ശുദ്ധീകരിക്കുക, परमेश्वर कुछ चीजों को शुद्ध कर ദൈവം रहा है. ചിലത് പറിച്ചെടുക്കുക, परमेश्वर किस चीजों को उखाड़ कर ദൈവം फेंक रहा ചിലത് है. പൊളിച്ചെഴുതുക, परमेश्वर किस चीजों को तोड़कर निर्माण कर रहा है. പുതിയ വഴി വെട്ടുക, नए रास्तों का निर्माण हो रहा നിനക്ക് है, വേണ്ടി പുതിയ റൂട്ട് नए रास्तों का निर्माण എന്റെ ദൈവം ഇന്ന് വെട്ടുക. मेरा परमेश्वर आज बना रहा है. उड़ामालाबा शिखारा दलरसिया. ഓപ്പറേഷൻ നടക്കട്ടെ. ऑपरेशन होने पाए, ശരീരത്തിൽ നടക്കട്ടെ, शरीर में वो कार्य होने മനസ്സിൽ पाए, നടക്കട്ടെ, तेरे मन में वो कार्य होने पाए, പുറത്തും അകത്തും നടക്കട്ടെ. अंदर और बाहर वो कार्य होने पाए. लिमादरो शगादरासी. അവന്റെ ദയ എന്നേക്കും പുതുക്കി വരുന്നു. ओ उसकी दया हर सवेरे नई है.
ഇത് നിനക്കിന്ന് പുതുകുന്ന പകല. ये तेरे लिए एक नई सवेरे है. നിനക്കിത് അർഹതയുള്ള ദിവസമല്ല. तू काबिल नहीं था ऐसे एक सवेरे का. പക്ഷേ ദൈവാത്മ പറയുന്നു ദയ നിന്നെ അർഹനാക്കുന്നു. पर परमेश्वर कहता है कि मेरी दया तुझे काबिल बना रही है. ഒരു കരുണ നിനക്ക് വേണ്ടി വരുന്നുണ്ട്. एक दया तेरी ओर आ रही है. നിന്നെ പുറത്തെടുക്കുന്ന ഒരു കരുണ. एक ऐसी दया जो तुझे बाहर निकालेगा. ചിലതൊക്കെ റൂട്ടുകൾ ദൈവം പൊളിക്കുക. कुछ रास्ते तोड़ रहा है परमेश्वर. അരുതാത്ത ചില റൂട്ടുകൾ നിന്റെ വീട്ടിൽ കിടപ്പുണ്ട്. तेरे घर में ऐसे कुछ रास्ते हैं जो उसको परमेश्वर को पसंद नहीं. അത് നിന്നോട് വാദിക്കുക. और वो रास्ते तुझसे झगड़ रहे അത് हैं. നിന്നെ അസ്വസ്ഥമാക്കുക. वो तुझे अस्वस्थ कर रहे അത് हैं. നിന്റെ കുടുംബജീവിതത്തെ ബാധിക്കുക. वो तेरे पारिवारिक जीवन को नष्ट कर അത് रहा നിന്റെ है. പ്രൊഫഷനെ ബാധിക്കുക. वो तेरे काम काज को नष्ट അത് कर നിന്റെ रहा है. സന്തോഷത്തെ ബാധിക്കുക. वो तेरे खुशी को नाश कर रहा അത് है. നിന്റെ യൂണിറ്റിയെ ബാധിക്കുക. वो तेरी एकता को नाश कर रहा है. അതിന്റെ മേൽ ഒരു കരുണ ഇറങ്ങുന്നു. उसके ऊपर परमेश्वर की दया उतर ഒരു रही है. കരം ഇന്ന് വെളിപ്പെടുക. उसके हाथ उतर रही है. ഒരു കരുണയുടെ കരം ഇന്ന് വെളിപ്പെടുക. एक हाथ जो तेरे ओर दया लेकर അത് आ നിന്നെ रही है. തൊടുകയാ. वो तुझे छू रहा है. എന്നെ തൊട്ട കരം जो हाथ मुझे छू അത് रहा था ഇന്ന് പകൽ നിനക്ക് വേണ്ടി വരികയാ. वो आज तेरे लिए आ रहा है. എന്നെ തൊട്ട കരം वो हाथ जिसने मुझे അത് छुआ നിനക്ക് വേണ്ടി ഇന്ന് വെളിപ്പെടുകയാ. वो आज तेरे लिए प्रकट हो रहा ഇന്ന് है. നിനക്കത് അവൈലബിളാ. वो आज तेरे लिए നീ मौजूद है. ചോദിച്ചോ. तू पूछ परमेश्वर से. നിനക്ക് വേണ്ടി അത് അവൈലബിളാ. वो तेरे लिए मौजूद है. നിനക്ക് വേണ്ടി ചിലരെ അത് തൊടാൻ പോവാ. तेरे लिए वो किसी लोगों को छू रहा है. നിനക്ക് വേണ്ടി ചിലരെ അത് സ്പർശിക്കാൻ പോവാ. तेरे लिए वो किसी को छू रहा है. अरबक हसिया लबादिया. ഈ കരം മരണത്തെ തൊട്ടപ്പോൾ ജീവനായി. जब इस परमेश्वर के हाथ ने मृत्यु को छुआ तो वो जीवन में बदल गया. വെറൊരു കരമല്ല വരുന്നത് നിന്നെ തൊടാൻ. एक साधारण हाथ नहीं आ रहा तुझे छूने के लिए. മരണത്തെ തിരുത്തിയ കരമാ. ऐसा हाथ जो मृत्यु को जीवन में बदलता है. മരണത്തെ തിരുത്തി എഴുതിയ കരം. एक ऐसा हाथ जो मृत्यु को जीवन में बदल के लिख देता है. ഒരു യായിറോസ് പറയാ യോഗ്യനല്ല. जायरोस कहता है कि मेरी योग्यता नहीं है. എനിക്ക് ഞാൻ നിന്നെ വിശ്വസിക്കുന്ന ഒരാളല്ല. जायरोस कहता है कि मैं तेरा विश्वास नहीं करता परमेश्वर. എന്റെ പള്ളിയുടെ സിസ്റ്റം അനുസരിച്ച് നിന്നെ അംഗീകരിക്കാൻ പറ്റത്തില്ല. मेरा जो मंदिर है उनके संविधान के हिसाब से मैं तेरे पे विश्वास नहीं कर सकता यीशु. ഞാനൊരു പള്ളി പ്രമാണിയാ. मैं मेरे मंदिर का एक बड़ा आदमी हूँ. പള്ളിയിലെ ടീച്ചിങ് വേറെയാ. मंदिर में कुछ और सिखाते हैं, उस आलय में कुछ और सिखाते हैं. ഓ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നു. आप समझ रहे हो उस बात को. പള്ളിയിലെ ടീച്ചിങ് വേറെയാ. वो आलय में कुछ और ही सिखाते हैं പക്ഷെ हमको. നിന്നെ കണ്ടപ്പോ पर यीशु जब मैंने ഞാൻ तुझे ആ देखा ടീച്ചിങ് മാറ്റി വെച്ചു. मैं वो सिखाने को हटा रहा हूँ. എന്റെ സിസ്റ്റം ഞാൻ മാറ്റി വെച്ചു. मैं मेरे संविधान को हटा रहा ഇന്നത് हूँ. മാറ്റി വെക്കാൻ നീ തയ്യാറാണെങ്കിൽ क्या तू तैयार है उस संविधान को बदलने के लिए? പള്ളിയിലെ ടീച്ചിങ് മാറ്റി വെക്കാൻ. तेरे आलय के संविधान को बदलने के അത് लिए വേറൊരു ടീച്ചിങ്ങാ. वहां पे एक अलग सिखावट है. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണേ. आप ध्यान दीजिए. സ്വല്പം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഡെലിവറൻസിലോട്ട് കയറാം. मैं ये कुछ सिखाता हूँ फिर हम अगले छुटकारे की ओर बढ़ते हैं. യേശുവിനെ കുറിച്ചാ പള്ളി പഠിപ്പിക്കുന്നത്. उस आलय में यीशु के बारे में ही सिखा रहे हैं. യായിറോസ് നിൽക്കുന്ന പള്ളിയിൽ യേശുവിനെ കുറിച്ചാ പഠിപ്പിക്കുന്നത്. याइरस जिस आलय में है वहाँ यीशु के बारे में ही सिखा रहे हैं. പക്ഷെ യേശുവിനെ കണ്ട അവർക്ക് അറിയത്തില്ല. पर वो आलय के लोग जब यीशु को देखते हैं तो पहचान नहीं पाते. പറഞ്ഞത് മനസ്സിലായോ? आप समझे इस बात को? വലിയ ശുശ്രൂഷ എന്ന പുരോഹിതന്റെ കയ്യിൽ യേശുവിനെ കിട്ടിയിട്ട് മനസ്സിലായില്ല. पुरोहित जो सेवकाई करता है जब उसके हाथ में यीशु मसीह आया तो वो समझ में नहीं आया उसको कि वो यीशु है. യേശുവിനെ പരിച്ഛേദന കഴിക്കാൻ ഈ പുരോഹിതന്റെ കൈ കൊടുത്തു. कटनी के लिए जब यीशु मसीह को पुरोहित के पास दिया गया था, സാധാരണ ഒരു കുഞ്ഞിന്റെ പരിച്ഛേദന നടത്തുന്ന പോലെ യേശുവിനെ നടത്തി. और जैसे हर बच्चे का होता है वैसे ही उन्होंने यीशु का भी किया. പറയണം കാരണം എന്നാന്ന് ചോദിച്ചാൽ ഒരു കുറുപ്രാവിനെ അർപ്പിക്കാൻ കൊണ്ടുചെന്ന്. क्योंकि वो लोग जब आए आलय में तो उनकी योग्यता के हिसाब से वो लोग एक कबूतर को लेकर आए थे. കാരണം അത്രയ്ക്ക് പൂർ ഫാമിലിയാ. क्योंकि उतनी ही गरीब परिवार में पैदा हुआ था यीशु मसीह. അതുകൊണ്ട് നോർമൽ രീതി നടത്തി കളഞ്ഞു. इसलिए पुरोहित ने उसको साधारण रीति से ही कर दिया. ആരുടെയാ നടത്തുന്നത് പുരോഹിതന് അറിയത്തില്ല. पुरोहित जानता ही नहीं वो बच्चा कौन है. പക്ഷെ പുരോഹിതൻ നടത്തുന്ന ശുശ്രൂഷ മുഴുവൻ എഴുതി കൊടുത്ത പുള്ളിയായി നടത്തുന്നത്. पर पुरोहित जानता नहीं कि वो सेवकाई में जो भी बातें वो बोल रहा है उन सब बातों को इसी बच्चे ने लिखा है. എടാ നീ പുരോഹിതനായത് ഈ കുഞ്ഞു നിമിത്തമാ. अरे तू पुरोहित भी बना इस बच्चे की वजह से. കാരണം ഇവൻ പുരോഹിതനായതുകൊണ്ടാ നീ പുരോഹിതനായി. क्योंकि ये पुरोहित है इसलिए तू पुरोहित बन पाया.
യേശു പുരോഹിതൻ അല്ലെങ്കിൽ ആ പൊസിഷൻ നിനക്ക് കിട്ടത്തില്ല. अगर यीशु मसीह पुरोहित नहीं था तो वो ओहदा तुझे नहीं मिलता. നീ പുരോഹിതനാകാനുള്ള കാരണം എന്നാ? ये तू पुरोहित बना उसका कारण ही यीशु मसीह है. എന്നിട്ട് നീ അറിയുന്നില്ല ഇതാരാന്ന്. फिर भी तू नहीं जान पा रहा कि ये कौन है. പ്രവാചകന്മാർ നിന്നോട് പറഞ്ഞു അവൻ ഒരു കന്യക ഗർഭിണിയായിട്ടാ വരാൻ പോകുന്നത്. भविष्य वक्ताओं ने बोला कि एक कन्या गर्भ धारण करेगी और वो मसीहा आएगा. അപ്പൊ അതൊരു ശിശുവായിട്ടാ വരുന്നത് നിനക്കറിയാവേ. तो तू जानता है कि वो एक बच्चे के रूप में ही आने वाला है. എന്നിട്ട് നിനക്കെന്താ മനസ്സിലാകാത്ത? तो फिर तू क्यों नहीं समझ पाया कि ये बच्चा वही मसीहा है. അപ്പൊ ആ സമയത്തെ പുരോഹിതന്മാരെ എടുത്താൽ എല്ലാം കറപ്റ്റഡാ. तो आप देखिए कि वो सारे जो पुरोहित उस समय थे वो सब करप्टेड थे, भ्रष्टाचार में थे. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പണ്ട് പുരോഹിതന്മാർക്ക് അയോഗ്യനായിട്ട് കയറാൻ പറ്റുമോ? अब देखिए पहले के समय पुरोहित लोग अगर अयोग्य थे तो वो आलय के अंदर प्रवेश नहीं कर सकते थे. പറ്റുമോ? ശുദ്ധീകരിച്ചിട്ട് വേണം കയറിപ്പോവാൻ. वो लोग अपने आप को शुद्धिकरण करते थे, उसके बाद ही आलय में प्रवेश करते थे. മനസ്സിലാകുന്നുണ്ട്? आप समझ रहे इस बात को? എന്തുകൊണ്ടാ ശുദ്ധീകരിക്കണ്ടേ? शुद्धिकरण क्यों होता था? ദൈവം വരുന്നോണ്ടല്ല, इसलिए नहीं कि परमेश्वर आ रहा है, സാന്നിധ്യം വരുന്നോണ്ട്. क्योंकि परमेश्वर की उपस्थिति आ रहे हैं. ദൈവം വരുന്നില്ല, परमेश्वर नहीं आता आलय में, സാന്നിധ്യം വരുന്നോണ്ട്. केवल परमेश्वर की उपस्थिति आती थी आलय के अंदर. തട്ടിപ്പോയന് और अगर वो അന്ന് അശുദ്ധനായിട്ട് പോയാൽ തട്ടിപ്പോ. अगर उस जगह पे वो लोग शुद्धिकरण के बिना जाते तो वही मर जाते. പുരോഹിതൻ മരിക്കും സാന്നിധ്യത്തിൽ അശുദ്ധനായിട്ട് കയറിയ. अगर परमेश्वर की उपस्थिति में अशुद्ध रीति से जाता तो पुरोहित मर जाता. എന്റെ ചോദ്യം, പുരോഹിതൻ നിന്റെ കയ്യിൽ സാന്നിധ്യമാണോ ഇരിക്കുന്ന ദൈവമാണോ ഇരിക്കുന്നത്? तो मेरा सवाल पुरोहित के पास से ये है कि पुरोहित अब तेरे हाथ में उपस्थिति है या वो व्यक्तित्व अपने आप तेरे हाथ के अंदर आया है? ദൈവമാണോ ഇരിക്കുന്നത്? വ്യക്തിത്വം അല്ല, ദൈവമാണോ क्या ഇരിക്കുന്നത്? परमेश्वर है तेरे हाथ में कि उपस्थिति है तेरे हाथ में? പ്രമാണം അനുസരിച്ച് നീ തട്ടിപ്പോണം. वो जो न्याय शास्त्र है उसके हिसाब से तो तेरा मृत्यु होना चाहिए था. എന്താ നീ തട്ടിപ്പോകാത്ത? पर तू क्यों नहीं मरा? നിന്റെ കയ്യിലിരിക്കുന്നത് കരുണയാണ്. क्योंकि तेरे हाथ में जो बच्चा है वो करुणा है. നിന്റെ കയ്യിലിരിക്കുന്നത് കൃപയാ. तेरे हाथ में जिसको तूने उठाया वो कृपा है. നിന്റെ കയ്യിലിരിക്കുന്ന ക്ഷമയാ. तेरे हाथ में तूने जिसको उठाया वो നിന്റെ क्षमा है. കയ്യിലിരിക്കുന്ന പാപപരിഹാരമാ. तेरे हाथ में जो है वो पाप का समाधान है. शारा खासिया लबा उड़ा खमाना दरगा श्याम दरे. എന്താ കോടി നീ തട്ടിപ്പോകാത്ത? गौरी क्यों हम नहीं मरते? നിന്റെ അകത്തൊരു പരിഹാരകൻ ഇരിക്കുന്നു. क्योंकि तेरे अंदर समस्या का समाधान देने നിന്റെ वाला അകത്തൊരു बैठता है. കരുണ ഇരിക്കുന്നു. तेरे अंदर एक करुणा लेकर चलने നിന്റെ वाला അകത്തൊരു व्यक्ति है. കൃപ ഇരിക്കുന്നു. तेरे अंदर कृपा विराजमान है. നീ കഴിവില്ലാത്തവനാ. तेरी योग्यता नहीं है. നീ അയോഗ്യനാ. तू अयोग्य व्यक्ति है. നീ പാപിയാ. तू पापी है. നീ ബലഹീനനാ. तू बलहीन है. എന്താ തട്ടിപ്പോകാത്ത? फिर भी क्यों नहीं मर रहा? അതിന്റെ പരിഹാരകൻ നിന്റെ അകത്തിരിക്കുന്നു. क्योंकि उस पाप का समाधान देने वाला तेरे अंदर विराजमान है. जीसस. അറ്റ്ലീസ്റ്റ് രോഗിയെങ്കിലും ആണ്ടായോ നീ? ओ कम से कम बीमारी तो होना चाहिए था तेरे अंदर. വചനമനുസരിച്ച് നീ കുഷ്ഠരോഗം വരണ്ടായോ? वचन के अनुसार तेरे को शायद कुष्ठ की बीमारी आनी चाहिए थी. ആലയത്തിന് പുറത്താക്കപ്പെടുന്ന ഏതെങ്കിലും അസ്വസ്ഥത നിനക്കുണ്ടായോ? तेरे पास ऐसा कुछ तो होनी चाहिए थी बीमारी जिससे तुझे समूह से बाहर कर दे. എന്താ വരാത്ത? फिर क्यों नहीं आता ഒരു वो चीज? പരിഹാരകൻ നിന്റെ അകത്തിരിക്കുന്നു. क्योंकि समस्या का समाधान देने वाला ഒരു तेरे अंदर കരുണയുടെ है. പൂർണ്ണത നിന്റെ അകത്തിരിക്കുന്നു. करुणा का पूर्णता तेरे अंदर विराजमान है. കൃപയുടെ പൂർണ്ണത നിന്റെ അകത്തിരിക്കുന്നു. कृपा का पूर्णता तेरे अंदर विराजमान है. മനസ്സലിവിന്റെ പൂർണ്ണത നിന്റെ അകത്തിരിക്കുന്നു. ओ करुणा का पूर्णता तेरे अंदर है. എത്ര പേർക്ക് മനസ്സിലാവും? कितने लोग समझ रहे इस बात को? ഇത് പള്ളിപ്രമാണി തിരിച്ചറിഞ്ഞു. और ये जो आराधना आलय का जो सरदार था वो समझ गया. जायरोस समझ गया. എടാ നിന്റെ പുരോഹിതൻ ഇത് അറിഞ്ഞില്ല. अरे जायरस तेरा पुरोहित ये नहीं समझ पाया. നീ എങ്ങനെ അറിഞ്ഞത്? तू कैसे समझा जायरस? അപ്പൊ ഇവന്റെ സാന്നിധ്യം പള്ളിക്കകത്തായിരുന്നെങ്കിലും
ഇവന്റെ ശ്രദ്ധ പള്ളിക്ക് പുറത്തായിരുന്നു. तो इसका ये मतलब है कि भले ही जायरस उस आलय में जाता था पर फिर भी वो बाहर ध्यान देता था. ഇൻഫർമേഷൻ പള്ളിയിൽ നിന്നല്ല കിട്ടിയേക്കുന്നത്. उसको ये जानकारी आलय से नहीं मिली है, പള്ളി 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 ടെമ്പിൾ आराधनालय से नहीं मिली है, मंदिर से नहीं मिली है. നിന്റെ ഇൻഫർമേഷൻ കിട്ടിയേക്കുന്ന പുറത്തുനിന്നാ. उसको ये जानकारी बाहर से मिली है. കാരണം യേശു പള്ളിക്കകത്തല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. क्योंकि यीशु मसीह ने वहां के जो आराधनालय है वहां से काम नहीं किया. യേശു ചെയ്യുന്ന വഴിയില്ല. यीशु मसीह अपने कार्य को रास्ते में कर रहा യേശു था. പാവങ്ങളുടെ വീട്ടിൽ, यीशु मसीह गरीबों के घर में, പാപികളുടെ വീട്ടിൽ, पापियों के घर में, കുഷ്ഠരോഗികളുടെ ഇടയിൽ, कोड़ियों के बीच में യാചകരുടെ ഇടയിൽ और भीख मांगने के वालों के बीच में. ഇവന്റെ കാത് സഞ്ചരിച്ചത് അവിടെ, और याइरस के कान भी यही जगह पर जा रहे हैं, ഇവന്റെ കണ്ണ് സഞ്ചരിച്ചത് അവിടെ. उसकी आंखें भी यही जगह देख रही है. യേശുവിനെ അംഗീകരിക്കാത്ത പള്ളിയിൽ ശരീരം ഉണ്ടെങ്കിലും उसका शरीर उस आलय में है जो यीशु को नहीं मानता, പക്ഷേ യേശു ഉള്ളിടത്ത് ഇവന്റെ കണ്ണും കാതും പോയി. पर इसकी आंखें इसके कान सब उस जगह पर गई जहां यीशु कार्य को कर रहा है. ഇതാണ് ഇവിടെ നടക്കേണ്ടത്. और यही आपको यहाँ होना है. ഈ ഹോളിൽ പ്രസൻസേ ഉള്ളൂ, इस हॉल में केवल उसकी उपस्थिति है. പക്ഷെ നിന്റെ കണ്ണെത്തേണ്ടത് പ്രസൻസിലല്ല, വ്യക്തിത്വത്തിലാണ്. तेरी आंखें लेकिन उपस्थिति तक सीमित नहीं होनी चाहिए, उस व्यक्तित्व तक पहुंचनी चाहिए. അത് മലയുടെ മുകളിലുണ്ട്. वो उस पर्वत के ऊपर है. സാന്നിധ്യം മോശെ താഴ്വരത്തിലുണ്ട്. तराई में मूसा उपस्थिति मौजूद है, വ്യക്തി ആ പർവ്വതത്തിന് മുകളിലുണ്ട്. पर उस पर्वत के ऊपर वो व्यक्तित्व है. ആ സീനായുടെ മുകളിലുണ്ട് വ്യക്തിത്വം. सीनाई पर्वत के ऊपर वो व्यक्तित्व बैठा है. താഴെ നിൽക്കുന്നവനോട് നിൽക്കട്ടെ. जो नीचे खड़ा है वो वही खड़े रहने दो. പ്രസൻസിൽ നിൽക്കുന്നവൻ जो उपस्थिति में खड़ा है वही खड़े रहने दो. വ്യക്തിത്വത്തെ തൊട്ടാൽ തട്ടിപ്പോവും. वो जो उपस्थिति में खड़ा है अगर वो उस व्यक्तित्व को छुएगा तो वो वही मर जाएगा. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? आप समझे इस बात को? സാന്നിധ്യത്തിൽ നിൽക്കുന്നവൻ, जो तराई में जो इजरायली जो उपस्थिति में खड़े थे, ഇസ്രായേൽ ജനം സാന്നിധ്യത്തിൽ നിൽക്കുക. इजरायली बच्चे उस तराई में उपस्थिति में खड़े हैं. സീനായുടെ ചോട്ടിലെ ദൈവ സാന്നിധ്യം ഉള്ളിടത്ത്. पर्वत के नीचे, सीनाई पर्वत के नीचे जहाँ उपस्थिति है वहाँ इजराइल बच्चे खड़े പകൽ हैं. മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും. जो अग्नि का खंबा और मेघ का खंबा है उसके नीचे वो लोग खड़े हैं. അവിടെ ദൈവം കൊടുക്കുന്ന മന്ന തിന്നുകൊണ്ടിരിക്കുക, और वहाँ वो मन्ना खा रहे हैं जो परमेश्वर उनको देता है. കാടപ്പക്ഷി തിന്നുകൊണ്ടിരിക്കുക. और वो जो भोजन देता है उनको वो खा रहे हैं वो लोग. ഇനി ശ്രദ്ധിക്കുക. എന്നാൽ ഈ സാന്നിധ്യത്തിന്റെ പൂർണ്ണതയായ വ്യക്തിത്വം ഇതിന്റെ തൊട്ടടുത്ത മലയുടെ മുകളിൽ. लेकिन ये जो उपस्थिति ये लोग अनुभव कर रहे हैं इसके पीछे जो व्यक्तित्व है उसकी जो पूर्णता है वो सीनाई पर्वत के ऊपर विराजमान है. ആ വ്യക്തിത്വം സീനായുടെ മുകളിൽ. वो व्यक्तित्व सीनाई पर्वत के ऊपर बैठा है. പർവ്വതത്തിൽ ഈ ജനത്തിന് തൊടാൻ പറ്റത്തില്ല. ये लोग उस पर्वत को नहीं छू सकते. തൊട്ടാ തട്ടിപ്പോവും. वो लोग अगर पर्वत को छुएंगे तो वो लोग मर जाएंगे. അവരുടെ ഏത് വസ്തു തൊട്ടാലും തട്ടിപ്പോവും. उनका कोई भी अगर सामान भी उस पर्वत को छुएगा तो वो नाश हो जाएगा. എൻ്റെ ചോദ്യം, मेरा सवाल, സാന്നിധ്യത്തിനകത്ത് ജീവിക്കാൻ പറ്റും, വ്യക്തിത്വത്തിൽ ജീവിക്കാൻ പറ്റത്തില്ലേ? अगर ये लोग उपस्थिति के अंदर जिंदा है तो क्या व्यक्तित्व के पास ये लोग जिंदा क्यों नहीं रह सकते? അതേ വ്യക്തിയുടെ സാന്നിധ്യമല്ലേ ഇത്? उसी व्यक्तित्व की उपस्थिति में तो ही जी रहे हैं ना ये लोग. പക്ഷെ അതേ വ്യക്തിയുടെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ അളവ് കൂടുന്തോറും അതിന്റെ കരുത്ത് കൂടുകയല്ലേ വേണ്ടേ? उसका मतलब जितना सामर्थ्य उस उपस्थिति का बढ़ रहा है उतना ही तो वो लोग उसको अनुभव करना चाहिए. കർത്താവ് പറഞ്ഞു ഞാൻ ജീവനാണെന്ന്. परमेश्वर कहता है कि मैं जीवन हूँ. മരണമാണെന്നല്ല. परमेश्वर ने ऐसा नहीं कहा कि मैं मृत्यु हूँ. ഇത് പ്രസൻസിൽ ജീവിക്കുന്നു, വ്യക്തിത്വത്തിൽ മരിക്കുന്നു. पर यहाँ पे देखिए उपस्थिति जो नीचे है वहां पे वो लोग जीवित है, पर अगर व्यक्तित्व को छूने की कोशिश करें तो बोलते हैं कि वो मर जाएंगे, मार डाला जाएगा. നിങ്ങൾ ചിന്തിച്ചേ. अब सोचिए इस बात को. നിങ്ങളൊന്ന് ചിന്തിക്കുക. പുതിയ നിയമം കൂടെ ചേർത്ത് വേണം ഇത് പഠിക്കാൻ. आप इसको नए करार के साथ आपको सीखना है. യേശു പറയുന്നു ഞാൻ ജീവനാണ്. यीशु मसीह कहता है कि मैं जीवन हूँ. ഞാൻ ജീവന്റെ സമൃദ്ധിയാ തരുന്നത്. मैं जीवन का बहुताई आपको देता हूँ.
ഈ പർവ്വതത്തിൽ പർവ്വതത്തിന്റെ അരികു വരെ സാന്നിധ്യമുണ്ട്. पर्वत के नीचे भाग तक उपस्थिति है, അവിടെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നു, वहाँ वो लोग जी पा रहे हैं, അവർക്ക് അവിടെ ഭക്ഷിക്കാൻ പറ്റുന്നു, वहाँ पे खाना खा पा रहे हैं, അവരെ ബലഹീനത തൊടുന്നില്ല, उनकी बलहीनता उन छू नहीं रही, അവരുടെ വസ്ത്രം പഴകുന്നില്ല, उनके कपड़े पुराने नहीं हो रहे, അവർക്ക് ഒരു രോഗവും വരുന്നില്ല, उनको बीमारी नहीं है, ഒരു സ്പെഷ്യൽ കവറിങ്ങില്ല. एक खास सुरक्षा चक्र में है वो लोग. പക്ഷെ അടുത്ത ചോദ്യം, पर अगला सवाल, എന്തുകൊണ്ട് ഇവർക്ക് പർവ്വതത്തെ തൊടാൻ പറ്റത്തില്ല? फिर ये लोग पर्वत क्यों नहीं छू पा रहे? ഇത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ജനം, इतनी सुरक्षा है इन लोगों के ऊपर, അവർക്ക് എന്താ അത് തൊടാൻ പറ്റും? फिर भी वो ये पर्वत क्यों नहीं छू सकते? നീ ശ്രദ്ധിക്കുക, ध्यान दीजिए നിങ്ങൾക്ക് മനസ്സിലാവും. तो आप समझ पाएंगे. ഇത്രയും സാന്നിധ്യവും ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള അവസ്ഥയും കിട്ടിയത് സ്വന്തം കഴിവുകൊണ്ടല്ല. देखिए, ये जो उपस्थिति उनको मिली है, ये जो पूरा सुरक्षा इनको मिला है, ये उनके काबिलियत में नहीं मिला है उनको. പറഞ്ഞത് മനസ്സിലായോ? आप समझे इस बात को? പിന്നെ എങ്ങനെ കിട്ടി? फिर उनको ये कैसे मिला? അബ്രഹാം നിമിത്തം കിട്ടിയതാ. इनको ये पूरी सुरक्षा इब्राहिम के वजह से मिल रही है. ഈ ജനത്തിന്റെ മുഴുവൻ വല്യപ്പനായ അബ്രഹാമിനോട് പറഞ്ഞു, इस सारे इजरायली बच्चों के जो पूर्व पिता इब्राहिम है, उनसे कहा था ഞാൻ നിന്നെ മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവരും, कि मैं तुझे मिस्र से बाहर लेकर आऊंगा, നിന്റെ തലമുറയ്ക്ക് വാഗ്ദത്ത ദേശം ഞാൻ തരും. तेरे बच्चों को मैं वायदे का देश दूंगा. അപ്പൊ ഈ നിങ്ങൾ ഈ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ച ഒരു ദേശമുള്ളതുകൊണ്ടാണ്. और तुम अब इसलिए इतनी सुरक्षित हो क्योंकि मैंने तुम्हारे लिए एक देश का वायदा दिया था. നിങ്ങൾ ഓർക്കണം, अब आपको ध्यान देना है, നമ്മുടെ മെയിൻ എയിം ദേശമാണോ വ്യക്തിയാണോ? हमारा लक्ष्य क्या है? वो वायदे का देश की वो व्यक्ति? നമ്മൾ ഈ ദേശം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ദേശം കാണാൻ പോകുന്നവരല്ല, നമ്മളൊരു വ്യക്തിയെ കാണാൻ പോകുന്നവനാണ്. हम जब बोलते हैं कि वायदे का देश, तो आपको ये समझना है कि हम देश देखने के लिए नहीं जा रहे हैं, हम वहाँ उस व्यक्ति को देखने के लिए जा रहे हैं. ഇനി എൻ്റെ ചോദ്യം, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനും മറുപടി തരണം. मैं जो सवाल पूछ रहा हूँ उसका जवाब देना. എന്നാൽ നമുക്കിപ്പോൾ പ്രാർത്ഥിച്ച് ആ ദേശത്തോട്ടങ്ങ് പോകാം. तो अभी चलो प्रार्थना करके उस देश में चले जाते हैं. പറഞ്ഞതിനും കൊണ്ടുപോകത്തില്ല, किसी को नहीं लेकर जाएगा परमेश्वर, ആ ദേശത്തിനല്ല പ്രാധാന്യം, क्योंकि उस देश को कोई प्राधान्यता नहीं है, അവിടുത്തെ വ്യക്തിക്ക്. वहां के उस व्यक्ति को है प्राधान्यता, അതാണ് കർത്താവ് യേശു. और उस व्यक्ति का नाम है यीशु मसीह. ക്രിസ്തു ഇപ്പൊ അവിടെ അല്ല, अब मसीह वहां नहीं है, ഇവിടെ. वो यहाँ है. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ പ്രാധാന്യം. इसीलिए अभी प्रधानता इस जगह की है. शामानासियादरा उडा खमादलासी. കാരണം ഇപ്പൊ നിന്നോട് പറയുന്ന ദൂതുകൾ മുഴുവൻ അവിടുത്തെ കാര്യമല്ല, ഇവിടുത്തെ കാര്യമാണ്. क्योंकि अब जो परमेश्वर भविष्य वक्ता जो भी कह रहे हैं या जो नबी बोल रहे हैं, वो वहां की बातें नहीं, यहाँ की बातें बता रहे हैं. ജിജോ, നീ ഈ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും, അത് അവിടെ ഇവിടെ. जीजो, तू जब रोगियों के ऊपर हाथ रखेगा तो वो लोग चंगाई प्राप्त करेंगे, ये कहाँ होने वाली बात है, वहां या यहाँ? നിന്റെ അപ്പൻ പോയ രാജ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നീ പോകുമ്പോൾ നിന്നല്ലേ ദൂത് കേട്ടില്ലേ, അത് അവിടാണോ ഇവിടാണോ? तुमने कल ऐसी भविष्यवाणी सुनी कि जहां तुम्हारा पिता गया वो देशों में तुम जाओगे, वो कहाँ घटने वाली बात है, वहां या इस देश में? यस. അപ്പൊ കർത്താവ് ഇപ്പൊ ഇവിടെ, यानी अब मसीह हमारे बीच में है, यहाँ पर है. അവിടെ ഒരു കാര്യം മാത്രമേ നടക്കുന്നുള്ളൂ, वहां केवल एक ही चीज होने वाली है, നിന്റെ വീടിന്റെ പണി. तेरे घर का काम बन रहा है वहां पर. അത് കഴിയുമ്പോ പുള്ളി ഇവിടെ നിൽക്കത്തില്ല, അവിടെ കാണും. जब काम खत्म होगा फिर यहाँ हमारे बीच में नहीं, वहां पर होगा. അന്നേരം നീ അവിടെ ആയിരിക്കണം. तब हम वहां होंगे. यार शेखोरो उडामानाबा शिखारा. അതുവരെ അവന്റെ ശ്രദ്ധ മുഴുവൻ അവിടെ അല്ല, ഇവിടെ. तब तक मसीह अपना पूरा ध्यान तुम्हारे ऊपर यहाँ लगाया हुआ है. വെള്ളിയാഴ്ച മസ്കറ്റിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പോലെ, जिस प्रकार मैंने शुक्रवार में मस्केट में कहा,
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം, मेरे को सबसे ज्यादा जो पसंद है, ഒരേ സമയം കർത്താവ് രണ്ടിടത്ത്, एक ही समय परमेश्वर दो जगह पर, ഒന്ന് അവിടെ പണി, एक वहां काम चल रहा है രണ്ട് എൻ്റെ അകത്ത്. और एक मेरे अंदर। അപ്പൊ അതിന്റെ അർത്ഥം എന്തോ? उसका क्या मतलब है? ഇവിടെ ഇരുന്നുകൊണ്ട് यहाँ मेरे अंदर बैठकर ഞാനുമായിട്ടുള്ള ഇടപാട് നടത്തി मेरे साथ मिलजुल कर അവിടുത്തെ പണി നടത്തുക. वहां का कामकाज कर रहा है। ഇവിടെ ഞാനും കർത്താവും കൂടെ എത്ര കണക്ട് ആണോ यहाँ मैं परमेश्वर से जितना जुड़ता हूँ അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും എൻ്റെ അവിടുത്തെ വീട്. उतना ही सुंदर होगा मेरा वहां का घर। Amen। ഇവിടെ എനിക്ക് കർത്താവുമായിട്ട് എന്തോ ബന്ധമുണ്ടോ यहाँ मेरे परमेश्वर के साथ क्या रिश्ता അത് है, റിഫ്ലക്റ്റ് ആകുന്ന അവിടെ. उसका प्रकटीकरण वहां होने वाला है। यस। നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കിട്ടിയ അവസരം ഇവിടെ, तुझे अगर कुछ भी करने का मौका है परमेश्वर के लिए तो वो केवल यही है। അവിടെ ചെന്ന് എക്സ്ട്രാ കൊടുക്കാൻ പറ്റത്തില്ല. वहां जाकर कुछ भी परमेश्वर को दे नहीं पाएंगे। ഇവിടെ കൊടുക്കുന്നതിന്റെ ഫുൾനെസ് അവിടെ കൊടുക്കാൻ പറ്റും. यहाँ जो दे रहे हैं उसकी ही पूर्णता वहां दे पाएंगे। പുതിയത് കൊടുക്കാൻ പറ്റത്തില്ല. कुछ भी नया नहीं दे എല്ലാം पाएंगे। ഇവിടെ കൊടുത്തു തുടങ്ങണം. सब चीज देने की शुरुआत पृथ्वी पर ही ആരാധന करनी ഇവിടെ है। കൊടുത്തു തുടങ്ങണം. आराधना यहाँ देना है, സ്തുതി ഇവിടെ കൊടുത്തു स्तुति തുടങ്ങണം. यहाँ देना है, സ്നേഹം ഇവിടെ കൊടുത്തു प्यार തുടങ്ങണം. यहाँ देना है ഓ വിശ്വസ്തത ഇവിടെ കാണിക്കണം. और विश्वास योग्यता यहाँ दिखानी ഓ है। സകലത ഇവിടെ കാണിക്കണം. सब कुछ पृथ्वी पर दिखाना है। അതുകൊണ്ട് ആത്മാവ് ഇവിടെ വന്ന് इसीलिए आत्मा पृथ्वी पर आई കർത്താവിനെ ഇവിടെ കാണിച്ചു തരാൻ ആത്മാവ് ഇവിടെ വന്നാല ताकि आत्मा यहाँ आकर आपको दिखाए कि ये पिता परमेश्वर कौन ഇവിടെ है। നിന്ന് നീ ആത്മാവിന്റെ കൂടെ എന്തൊക്കെ ട്രെയിൻ ചെയ്യുവോ यहाँ तो आत्मा के साथ जो कुछ चीजों में ट्रेनिंग लेगा അതിന്റെ ഫുൾനെസ് ആണ് സ്വർഗത്തിൽ. उसी की पूर्णता तुझे स्वर्ग में प्राप्त होगी। आमेन। आमेन। എന്തിനാ നീ അന്യഭാഷ പറയണം എന്ന് പറയുന്നത്? तू अन्य भाषा बोलना है ये क्यों कहते हैं? അവിടെ ചെന്ന് മലയാളം പറയാൻ പറ്റത്തില്ല. वहां जाके मलयालम में बात नहीं कर सकते, അവിടെ സ്വർഗീയ ഭാഷയെ പറയാൻ പറ്റും. वहां स्वर्गीय भाषा में ही बात करना है। അവിടെ ഭാഷ കലങ്ങിയിട്ടില്ല. वहां पे भिन्न भिन्न भाषा नहीं है, ഇവിടെ ഭാഷ കലങ്ങി. केवल पृथ्वी पर ही भिन्न भिन्न भाषा है। शांतारा लगा सिखी दिरी में नहीं अंदरो। ഈ ചർച്ചയിൽ തമിഴ് സംസാരിക്കുന്നവരുണ്ട്, ये चर्च में तमिल बात करने वाले हैं, ഹിന്ദി हिंदी സംസാരിക്കുന്നവരുണ്ട്, में बात करने वाले हैं, നേപ്പാളി സംസാരിക്കുന്നവരുണ്ട്, नेपाली बात करने वाले हैं, ഓ മലയാളം സംസാരിക്കുന്നവരുണ്ട്, मलयालम बात करने वाले കന്നഡ हैं, സംസാരിക്കുന്നവരുണ്ട്. कन्नड़ा बात करने वाले हैं। എന്നെ ബ്യൂട്ടിഫുൾ ചർച്ച് അല്ലേ? इतना सुंदर सा कलीसिया है ये। നമ്മളെല്ലാരും കൂടി ഒരു ഭാഷ സംസാരിക്കാൻ പോവാ. हम सब मिलकर एक भाषा में बात करेंगे, ഒരു ഭാഷ, एक भाषा में, ഒരു ഭാഷ, एक भाषा में, ദൂതന്റെ ഭാഷ, स्वर्गदूत का भाषा, ദൂതന്റെ ഭാഷ. स्वर्गदूतों की भाषा। അവിടെ അത് സംസാരിക്കണമെങ്കിൽ और अगर वहां बड़ा बात करना training। है तो उसकी ट्रेनिंग यहाँ होनी चाहिए। ആ ട്രെയിനിങ്ങിന് ദൈവം നിനക്ക് അന്യഭാഷ തന്നേക്കുന്നത്. और उसी ट्रेनिंग के लिए परमेश्वर अन्य भाषा का वरदान ഇതുവരെ देता है। പ്രാപിച്ചിട്ടില്ലാത്തവർ ഇന്ന് കരഞ്ഞു പ്രാപിക്കാൻ തയ്യാറാണ്. और जिन लोगों ने वो प्राप्त नहीं किया उसकी उपस्थिति में रोकर प्राप्त करें। കാരണം അവിടെ ചെന്നത് ചെയ്യണമെങ്കിൽ वहां जाकर वो करना है तो എനിക്ക് അറിയത്തില്ലെന്ന് പറയല്ലേ. ऐसा नहीं बोल सकते कि मुझे नहीं അത് मालूम। പഠിക്കുന്ന സ്ഥലമാണ് ഇത്. वो सीखने वाली जगह है ये അത് पृथ्वी, ട്രെയിൻ ചെയ്യാനുള്ളതാ സഭ. वो ट्रेन करने वाली जगह है कलीसिया। जीसस जीसस जीसस। എവരി ഡേ ആത്മാവ് പുതുകി വരുമെന്ന് പറഞ്ഞു. इसीलिए वचन कहता है कि हर दिन आत्मा नई होती जाती है। അപ്പൊ അവിടെ അവിടെ ദൂതന്മാരുടെ ലെവല് കൂടുന്ന അനുസരിച്ച് ഇവിടെ നമ്മുടെ അന്യഭാഷയുടെ കരുത്ത് കൂടും. और जैसे ही स्वर्गदूतों के स्तर सामर्थ बढ़ते जाते हैं हमारे अन्य भाषा के स्तर भी बढ़ते जाते हैं। ഞാനങ്ങ് വിശ്വസിക്കുക അവിടെ ദൂതന്മാരുടെ ആരാധനയുടെ വേവ് അങ്ങോട്ട് മാറുമ്പോ ഇവിടെ നമ്മുടെ അന്യഭാഷ പുതുകി വരും. मैं ऐसे विश्वास करता हूँ कि जब स्वर्गदूतों की आराधना का स्तर बढ़ता है तब यहाँ हमारे अन्य भाषाओं का भी स्तर बढ़ता है। जीसस। അവരൊരു ഡോളിനെ അല്ലല്ലോ അവിടെ സ്തുതിക്കുന്നത്. वो लोग वहाँ पे एक पुतले की आराधना नहीं करते, ഇവിടെ ഒരു ജീവനുള്ളവനെ അല്ലേ वो ആരാധിക്കുന്നത്. लोग वहाँ एक जीवित परमेश्वर की आराधना कर रहे हैं। ദൈവം റെസ്പോണ്ട് ചെയ്യുമ്പോ और लागा शानदारासिया। ദൈവം റെസ്പോണ്ട് ചെയ്യുമ്പോ और जब परमेश्वर उनकी आराधना का ദൂതന്മാർക്ക് जवाब देता है ദൂതന്മാർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. तो स्वर्गदूत चुपचाप नहीं അവിടെ ഒരു बैठते, വേവ് ഉണ്ടാകുമല്ലോ. वहाँ पे एक स्तर बनता है അത് ഇവിടെ റിഫ്ലക്റ്റ് ആവും. और वो स्तर यहाँ पे प्रकट होगा। അപ്പോഴാണ് നീ പുതിയ അന്യഭാഷ പറയുന്നത്. तब तू एक नए अन्य भाषा के स्तर നീ पे जाता പുതുകി है, വരുന്ന അപ്പോഴാ. तब नई चीजें तेरे अंदर ഇത് आती അവിടെ है। ഡെയിലി നടക്കുന്നതാ. और ये चीज स्वर्ग में रोज होता है, അതുകൊണ്ട് എന്നും ഡെയിലി നിനക്കത് നടക്കണം. तो रोज तेरे अंदर भी वो बात होनी चाहिए। അതുകൊണ്ടാണ് നീ എവരി ഡേ
ദൈവം നിനക്ക് ദയ പുതുക്കി തരുന്നത്. इसीलिए परमेश्वर हर दिन दया नई बनाकर देता है. അതുകൊണ്ടാണ് ദൈവമായിട്ടുള്ള ബന്ധം എവരിഡേ വർദ്ധിക്കുന്നത്. इसीलिए परमेश्वर के साथ का रिश्ते में हर दिन बढ़ोतरी आनी चाहिए. आमेन. थैंक यू जीसस. ആമേൻ. थैंक यू എത്ര लॉर्ड. പേർക്ക് മനസ്സിലാവുന്നു? कितने लोग समझ रहे इस बात को? നമ്മുടെ നോട്ടം സ്ഥലമല്ല വ്യക്തിയാണ്. हमारा लक्ष्य जगह नहीं व्यक्ति है. आमेन. जीसस. വ്യക്തിത്വത്തിലേക്ക് ശ്രദ്ധ തിരിച്ചവൻ മരണത്തിലേക്കല്ല ജീവനിലേക്ക് ശ്രദ്ധ വെച്ച് തിരിച്ചു. जैसे ही एक व्यक्ति ने व्यक्तित्व की ओर अपने ध्यान को बढ़ाया तो वो मृत्यु के पास नहीं, वो जीवन की ओर बढ़ने लग गया. മനസ്സിലായോ? ഈ ഇറങ്ങി വന്ന ജനത്തിൽ, ലക്ഷക്കണക്കിന് ജനത്തിൽ ഒറ്റ ഒരാൾക്ക് മാത്രം വ്യക്തിത്വത്തിലേക്ക് ശ്രദ്ധ. देखिए ये लाखों लोग जो मिस्र छोड़कर आए, उस लाखों लोग में केवल एक ही ऐसा व्यक्ति था जो व्यक्तित्व की ओर अपने ध्यान को लगाए था. പേരത്ര മോശ. उसका नाम मूसा था. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കിട്ടാൻ പോകുന്ന ദേശത്തെ കുറിച്ചാ, बाकी सब लोग जो वायदे के देश है उसके बारे में सोच रहे हैं. കിട്ടാൻ പോകുന്ന നന്മ, मिलने वाली आशीषें, അനുഗ്രഹം, छुटकारा, വിടുതൽ, जो छुटकारा है, സൗഖ്യം, चंगाई है, സമ്പത്ത്, संपत्ति, ദീർഘായുസ്, लंबी आयु, ഇതെല്ലാം വന്നോട്ടാം. सब यही देख रहे हैं. അവരോട് പറഞ്ഞു പ്രസൻസിൽ നിന്നു. तो उनको परमेश्वर ने बोला देखो तुम उपस्थिति में ही खड़े रहो, ഇതെല്ലാം പ്രസൻസിൽ കിട്ടും, ये सब उपस्थिति में मिल जाएगा. മരണം കൂടെ കിട്ടും. और लेकिन वहां मृत्यु भी मिलेगी. समझे क्या इस बात को? പക്ഷേ രസം നോക്കിക്കോണേ, पर देखिए मन एक सुंदर चीज क्या है, ഈ പ്രസൻസിൽ കിടന്ന ഒരെണ്ണോ ആ ദേശത്തെത്തിയില്ല. ये लोग जो उपस्थिति में थे वो कोई भी उस वायदे के देश में पैर नहीं रख पाए. അവരുടെ നോട്ടം ദേശമായിരുന്നു, वो देश की ओर ही बढ़ रहे थे പക്ഷെ ഒരെണ്ണോ ആ ദേശത്തെത്തിയില്ല. पर कोई उस वायदे के देश में पैर नहीं रख पाया. മരിക്കാതെ ഒരാൾ ആ ദേശത്തെത്തി. पर एक व्यक्ति बिना मरे उस देश पर पैर रखा. ഇന്നും ആ വ്യക്തി മരിക്കാതെ ആ ദേശത്തുണ്ട്. और आज भी वो व्यक्ति बिना मरे उस देश में है. അവന്റെ പേര് എത്ര മോശ. उसका नाम मूसा है. യേശു കൊണ്ട് കാണിച്ചു തന്നു. यीशु मसीह ने उस चीज को दिखाया. റൂമെല്ലാം കേട്ടിട്ട് പറഞ്ഞു എൻ്റെ കൂടെ അവിടെ ഉള്ളത്. उस जो बदलावट का उस पर्वत पर यीशु मसीह ने मूसा को लाकर दिखाया कि ये मेरे साथ होने वाला व्यक्ति है. പത്രോസിനോട് പറയാ, पतरस को कहता है, യോഹന്നാനോട് പറയാ, यूहन्ना को दिखाता യാക്കോബിനോട് പറയാ, है, याकूब को दिखाता है. നിങ്ങൾ ഭയങ്കരനായിട്ട് വലിച്ചേക്കുന്ന മോശയില്ലേ, और तुम जिस मूसा को बहुत महान समझते थे, ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞവൻ, जो श्रेष्ठ समझते थे, നിങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയ പ്രവാചകനുണ്ടല്ലോ तुमने बोला कि सबसे बड़ा नबी जो है ഏലിയാവ്, एलाइजा जो അവർ है, രണ്ടുപേരും എന്റെ കൂടെ ഉണ്ട്. देखो वो लोग दो लोग मेरे साथ हैं. ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഉണ്ടടാ. हम एक साथ वहां है. शबा लगथिनासी उड़ा बरगस्यांथरबा. അവർ ദേശം നോക്കിയവരല്ല, क्योंकि वो लोगों ने देश को नहीं देखा, അവർ സമ്പത്ത് वो നോക്കിയവരല്ല, लोगों ने संपत्ति नहीं देखी, അവർ ഈ ദേശത്തിലെ ഈ ലോകത്തിലെ ഇഷ്ടങ്ങൾ इस നോക്കിയവരല്ല, दुनिया के इच्छाओं के पीछे नहीं गए. അവർ എന്നെ നോക്കി ഇറങ്ങിയവരാ. वो लोग मुझे देखकर मेरे पीछे आने वाले लोग थे. ഏലിയാവ് എന്റെ ആത്മാവും കൊണ്ട് നടന്നവനാ. एलिया मेरे आत्मा से चल रहा था. ഈ മോശ എന്റെ പ്രമാണം കൊണ്ട് നടന്നവനാ. मूसा मेरी न्याय व्यवस्था के साथ चल रहा അതുകൊണ്ട് അവർ था. എന്റെ കൂടെ ഉണ്ടടാ. इसलिए वो लोग मेरे साथ हैं. जीसस, പറഞ്ഞ जीसस. മനസ്സിലാവുന്നു? आप लोग समझ रहे इस बात को? ഇപ്പൊ ഒന്ന് നോക്കിക്കേ, आप देखिए यहाँ ഈ പർവ്വതത്തിന്റെ അരികിൽ ദേശം നോക്കി ഇറങ്ങിയവർ നിൽക്കുന്നു. इस पर्वत के नीचे उस देश को लक्ष्य बनाए हुए लाखों लोग खड़े हैं. ഞാൻ പറഞ്ഞ മനസ്സിലായ? ध्यान दीजिए. അവരോട് പറഞ്ഞു उनसे कहा എന്നും കഴിച്ചോണം, रोज खा लो, എന്നും കുടിച്ചോണം, रोज पी लो, വസ്ത്രത്തിന് ഒരു കുഴപ്പം വരത്തില്ല, कपड़े में कोई प्रॉब्लम नहीं आएगी, ചെരുപ്പിന് ഒരു കുഴപ്പം, चप्पल में भी कोई प्रॉब्लम नहीं आएगी, രോഗമൊന്നും വരത്തില്ല, कोई बीमारी भी नहीं आएगी, പക്ഷെ മരണം വരും. लेकिन मृत्यु आएगी. കാരണം തൊട്ടടുത്ത് മരണം നിപ്പുണ്ടായി. क्योंकि तुम्हारे पास मृत्यु खड़ी है. മരണത്തിന്റെ വാതിക്കല നിങ്ങൾ. तुम मृत्यु के दरवाजे पे हो. ആ മരണം തൊടാതിരിക്കണമെങ്കിൽ अगर वो मृत्यु तुझे नहीं छूनी है तो നിങ്ങളുടെ ടെന്റിൽ തന്നെ ഒരുത്തനുണ്ടല്ലോ, तुम्हारे बीच में ही एक व्यक्ति है, നിങ്ങൾ അവനെ നോക്കിക്കേ. तुम उसको देखो. അവൻ ഈ പർവ്വതം കയറാൻ പറ്റൂ. वो ये पर्वत चढ़ पाएगा. അവന്റെ പേര് എത്ര മോശ. उसका नाम मूसा है. ഇവർക്ക് സാധ്യത ഉണ്ടായിരുന്നുള്ളതിന്റെ തെളിവ്
उसका ये लोग भी वो चीज कर सकते थे, उसका एक सबूत है। ഈ പർവ്വതത്തോട് ചേർന്ന് ഒരുത്തൻ നിന്നു. इस पर्वत के साथ एक व्यक्ति खड़ा था, അവന്റെ പേര് എത്ര യോശുവ. उसका नाम था जोशुआ। യേശുവേ രക്തത്താൽ ഈ പർവ്വതത്തിന്റെ താഴെ സാന്നിധ്യത്തിൽ നിന്നവരെ മരണം തൊട്ടപ്പോൾ जब उपस्थिति में खड़े हुए लोगों को जब मृत्यु ने छुआ, യോശുവയെ മരണം തൊട്ടില്ല. मृत्यु योशुआ को नहीं छू पाई। പകരം മോശ ഇരുന്ന അതേ പദവിയിലേക്ക് യോശുവ വരിക. जिस ओहदे में मूसा बैठा था उसी ओहदे में परमेश्वर ने जोशुआ को बिठाया। എന്തോ ദൈവം പറഞ്ഞു? तो यहाँ परमेश्वर क्या कह रहा है മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. कि जैसा मैं मूसा के साथ था वैसे ही यहोशुआ मैं तेरे साथ रहूंगा। ഇസ്രായേൽ ജനത്തിന് തന്ന സാന്നിധ്യം നിനക്ക് തരുമെന്നല്ല പറഞ്ഞു. इजराइल लोगों को दिया वो उपस्थिति मैं तुझे दूंगा ऐसे नहीं कहा। ഞാൻ മോശയ്ക്ക് കൊടുത്ത എന്റെ വ്യക്തിത്വം ഞാൻ നിനക്ക് തരും. मूसा को जो मैंने मेरा व्यक्तित्व दिया वो मैं तुझे दूंगा जोशुआ। ഇതിന്റെ പേരാ പുത്രത്വം. और इसी को हम पुत्रत्व कहते हैं, ഇതിന്റെ പേരാ ലീനിയേജ്. इसी को हम आत्मिक वंशावली कहते हैं। आमेन। ഇതിനാ ഞാൻ എൻ്റെ ആത്മീയ പിതാവിനെ അപ്പാന്ന് വിളിച്ചത്. इसीलिए मैं मेरे आत्मिक पिता को पिता कर कर पुकारता हूँ। ഒരു മരണത്തിൽ നിന്ന് പുറത്തു വരാൻ, एक मृत्यु से बाहर आने के लिए। जीसस। എൻ്റെ കാഴ്ചപ്പാട് മാറ്റാൻ, मेरे दृष्टिकोण को बदलने के എന്നെ लिए, ഒരു വ്യക്തിത്വത്തിലേക്ക് തിരിക്കാൻ. मुझे एक व्यक्तित्व की ओर बढ़ाने के लिए। ഞാൻ യേശുവിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. मैं यीशु मसीह से प्यार करने वाला व्यक्ति था, പക്ഷെ സ്നേഹത്തിന് അതല്ല ആഴം. लेकिन स्नेह प्यार की एक गहराई है। യേശുവിനെ ഇന്നർ സർക്കിളിൽ കയറാൻ പറ്റും. यीशु मसीह के उस नजदीक हम आ सकते हैं। പൗലോസ് കയറി വന്നതുപോലെ, एक ऐसा स्तर जो पौलोस गया, യോഹന്നാൻ കയറി एक വന്നതുപോലെ ऐसा स्तर जहाँ यूहन्ना गया, എനിക്കും കയറി വരാൻ പറ്റും. हम भी वहां जा सकते हैं। അതിനൊരു സാധ്യതയുണ്ട്. उसकी एक साध्यता है ഇത് കാണിച്ചു തരാൻ ആ ദൈവം എനിക്ക് ആത്മീയ പിതാവിനെ और തന്നു. वो मुझे दिखाने के लिए परमेश्वर ने मुझे एक आत्मिक पिता दी। ഈ 2 വർഷം കൊണ്ട് और इन 2 सालों में ഞാൻ സൗഖ്യത്തിലേക്കല്ല കയറും. मैं चंगाई की ओर नहीं बढ़ रहा। എനിക്ക് പ്രാർത്ഥിച്ച് ഇതിനെ സൗഖ്യം വരുത്താൻ പറ്റാത്തതുകൊണ്ടല്ല. ऐसा कुछ नहीं कि प्रार्थना से ये पूरी तरह से चंगाई नहीं होगा। ഇമ്പോർട്ടന്റ് എനിക്ക് കർത്താവിന്റെ അടുത്ത് കയറുക. मुझे इससे भी ज्यादा महत्वपूर्ण ये बात है कि मैं परमेश्वर की और नजदीक जाऊं। എനിക്ക് അവിടെ അടുത്ത് കയറണം. मुझे वहां नजदीक जाना है ഞാൻ അതിനകത്ത് എത്തിക്കഴിയുമ്പോൾ, और जब मैं वहां पहुंचूंगा കാരണം എനിക്കറിയാം ഇതൊന്നും പിന്നെ അവിടെ കാണത്തില്ല. फिर मैं जानता हूं कि ये सब वहां पर नहीं होगा। നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം. आप एक चीज याद रखें, ഞാൻ ആത്മാവിൽ പറയും, मैं आत्मा में कहता ഈ हूँ ബലഹീനത കംപ്ലീറ്റ്ലി മാറുമ്പോൾ जब ये बलहीनता मुझसे पूरी तरह से चली जाएगी, ഇന്ന് നിങ്ങൾ കാണുന്ന സന്തോഷമായിരിക്കത്തില്ല. എന്ന് जिस संतोष को तुम आज देख रहे हो वो नहीं रहेगा। फिर നിങ്ങൾ നാളുകൾ കൊണ്ട് ദൈവം വാഗ്ദത്തം പറഞ്ഞ ഒരു അഭിഷക്തനെ നിങ്ങൾ കാണും. जो बहुत सालों से जो परमेश्वर ने वायदा दिया उस अभिषेक दास को तुम देखोगे। മനസ്സിലാകുന്നുണ്ടോ? क्या आप समझ रहे इस बात को? ഞാൻ ഓൺ ദ വേയില. मैं उस रास्ते में हूँ, ഞാൻ ഒരു പർവ്വതത്തിന്റെ മുകളിലോട്ടുള്ള യാത്രയിലാണ്. मैं ऐसी यात्रा में हूँ जहाँ मैं उस पर्वत के ऊपर जाना മോശ चाहता हूँ। ദൈവത്തെ കണ്ട ആ സ്ഥലം എനിക്ക് എത്തിയേ പറ്റൂ. जिस जगह पर मूसा ने परमेश्वर को देखा मुझे वही पहुंचना है। അത് എന്റെ അവകാശമാണ്. वो मेरा अधिकार है, അതില്ലാതെ ഞാൻ മാറത്തില്ല. उसके बगैर मैं हटूंगा എന്റെ नहीं। ആത്മീയ പിതാവ് ഈ 37 ദിവസമായിട്ട് പ്രസംഗിക്കുന്ന അതാ. मेरे आत्मिक पिता ये 37 डे से इसी का प्रचार कर रहे हैं। മലയുടെ മുകളിൽ എനിക്ക് എത്തണം. मुझे उस पर्वत के ऊपर पहुंचना है। പത്രോസ് യോഹന്നാൻ യാക്കോബ് എത്തിയതുപോലെ, जिस प्रकार पत्रस यूहन्ना याकूब पहुंच गया, മോശ എത്തിയതുപോലെ, मूसा पहुंच गया, ഓ അബ്രഹാം എത്തിയതുപോലെ, इब्राहिम पहुंचा, ഓ ഏലിയാവ് എത്തിയതുപോലെ एलाइजा पहुंचा, എനിക്ക് അതിലൂടെ എത്തണം. मुझे भी वहां पहुंचना है। എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ ദൂത് മനസ്സിലാവും? कितने लोग को ये वाणी समझ में എന്താ आ रही നമുക്ക് है? പറ്റാത്തെന്നറിയോ? तो हमसे ये क्यों नहीं हो पा रहा? നമ്മൾ ഇറങ്ങിയിട്ട് ഇതുവരെ ആ വ്യക്തിത്വത്തെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. क्योंकि हमने आज तक उस व्यक्तित्व की ओर अपने ध्यान को नहीं बढ़ाया അത് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കാൻ और उस पे ध्यान ना लगाकर ഒന്നിലധികം വിഷയങ്ങൾ എപ്പോഴും നമ്മളെ കൊണ്ടുവന്നിട്ട് ഈ അസ്വസ്ഥമാക്കുക. और एक से अधिक विषय हमारे जीवन में लाकर हमें परेशान कर रहा है നമ്മൾ അതിന്റെ പുറകെ പോവുക. और हम उस चीजों के पीछे दौड़ रहे ഇന്ന് हैं। അത് പുറകോട്ട് തട്ടി മാറ്റുക. आज उन चीजों को पीछे धकेल दीजिए,
वो वही रहने दो। എനിക്ക് യേശുവിന്റെ പുറകെ പോകണം, बोलो मुझे यीशु के पीछे जाना है, എനിക്ക് യേശുവിന്റെ പുറകെ പോകണം. मुझे यीशु के पीछे जाना യേശു है। ഒരു പർവ്വതത്തിൽ എന്നെ കാത്തിരിക്കുന്നു. यीशु मसीह एक पर्वत पे मेरा इंतजार कर रहा है। എന്നിലേക്ക് ചിലത് കൈമാറാൻ, वो मेरे ऊपर कुछ उंडेलना चाहता है। അവനിലുള്ളത് ചിലത് കൈമാറാൻ. उसके अंदर जो है उस चीज को उंडेलना चाहता है। ലോകത്തിന് കൊടുത്തതല്ല, जो दुनिया को दिया वो എനിക്ക് नहीं, പേഴ്സണലി തരാൻ, मुझे व्यक्तिगत तौर पर देने के लिए, എനിക്ക് വ്യക്തിപരമായി തരാൻ व्यक्तिगत तौर पर मुझे देने के അവൻ लिए മാറ്റി വെച്ചിരിക്കുന്ന ചില വിലയേറിയതുണ്ട്. उसने कुछ बहुमूल्य चीज हटा के रखी അത് है। ലഭിക്കുന്ന ഒരു മൗണ്ടൻ ടോപ്പ് എനിക്കുണ്ട്. एक ऐसा पर्वत का ऊपरी भाग है जहाँ वो എനിക്ക് मुझे അവിടെ देगा, കയറണം. मुझे वहां आना അവിടെ है। മരണത്തിന് എന്നെ തൊടാൻ वहां കഴിയത്തില്ല, मृत्यु मुझे नहीं छू पाएगी, അവിടെ ലോകത്തിന് എന്നെ തൊടാൻ കഴിയത്തില്ല, दुनिया मुझे नहीं छू पाएगी, അവിടെ പാപത്തിന് എന്നെ കീഴടക്കാൻ वहां पाप കഴിയത്തില്ല. मुझे नहीं छू पाएगी। അത് എന്റെ നിത്യതയിലേക്കുള്ള എന്റെ പ്രവേശനത്തിന് പ്രധാനപ്പെട്ട മണ്ഡലമാണ്. वो अनंत जीवन में प्रवेश करने के लिए सबसे महत्वपूर्ण जगह है, वो पर्वत का ऊपर का जगह। यस लॉर्ड, खरा बला क्षमादरा उड़ा പേർക്ക് बरा മനസ്സിലാവുന്നു? बरा बरा बश। कितने लोग समझ रहे इस എത്ര बात പേർക്ക് को? മനസ്സിലാവുന്നു? कितने लोग समझ रहे इस മോശ बात को? കാണാത്തതൊന്നും യോശുവയെ നിനക്ക് കാലുകുത്താൻ പറ്റത്തില്ല. जोशुआ, जो कुछ मूसा नहीं देख पाया वहां तू पैर नहीं रख सकता। മോശ കണ്ടടത്ത യോശുവ കാലുകുത്തിയെ, जहां पर मूसा ने देखा वो सारे जगह जोशुआ ने पैर മോശ रखा। കണ്ടടത്ത കാലേബ് കാലുകുത്തിയെ. जहां मूसा ने देखा उसी जगह कालेब ने पैर को रखा। ഞാൻ ആത്മാവിൽ കണ്ടടമെല്ലാം നിങ്ങൾ കാലുകുത്തും. मैं आत्मा में जो कुछ देख रहा हूँ वहाँ आप लोग कदम रखोगे। അഭിഷക്തന്മാർ അത് ഏറ്റെടുത്തു, अभिषेक दास, आप लोग इसको എന്റെ स्वीकार മക്കൾ അത് करें। ഏറ്റെടുത്തു. मेरे बच्चे, आप उसको स्वीकार ഞാൻ എന്റെ करें। പ്രാർത്ഥനാ മുറിയിൽ കണ്ടതല്ല, मैं जो मेरे प्रार्थना के कमरे में देख रहा हूँ, എന്നെ വെളിപ്പാട് ദൈവം കാണിച്ചതല്ല, मुझे जो प्रकटीकरण में परमेश्वर നിങ്ങൾ दिखा रहा है, കാലുകുത്തി പ്രാപിക്കും. आप लोग उस जगह पर कदम को रख कर उसको प्राप्त करोगे। ആ അതിനാ എന്നെ ദൈവം ആക്കിയേക്കുന്നത്. इसीलिए मुझे परमेश्वर ने यहाँ നിങ്ങൾ रखा है। പ്രാപിക്കേണ്ടത്, तो आपको क्या प्राप्त करना നിങ്ങൾ है? കാലുകുത്തേണ്ടത് जहाँ पर भी आपको कदम പ്രാർത്ഥനാ रखना മുറിയിൽ है, കണ്ടെത്താനാ प्रार्थना के कमरे में मैं उसको ढूंढ എന്റെ कर ദൈവം निकाल എന്നെ रहा हूँ। വിളിച്ചിറക്കിയത്. और इसीलिए परमेश्वर ने मुझे बुलाया है। ഇങ്ങനെ വിളിച്ചിറക്കിയത് അതിനാ. मेरे जैसे एक तोतले को इसीलिए बुलाया है। കഴിവില്ലാത്തവനെ വിളിച്ചിറക്കിയത് അതിനാ. मेरे जैसे एक अयोग्य व्यक्ति को इसीलिए बुलाया है। പേടിച്ചോടിയവനെ വിളിച്ചിറക്കിയത് അതിനാ. डर के भागे हुए मुझे इसीलिए बुलाया है। श्याम दरा दलगसिया उड़ा बरा बला शिखारा അതല്ല दला പ്രൗഢ. അതാ रबा। ഞാൻ പറഞ്ഞു, ഇത് ദയയുടെ പകല. ये दया का सवेरे ഒരു है। കരം വരുന്നുണ്ട്, एक हाथ आ रहा है, മരണത്തെ പറിച്ചെടുക്കാൻ, मृत्यु को हटाने वाला हाथ, മരണത്തെ പറിച്ചെടുക്കാൻ. मृत्यु को हटाने वाला എത്ര हाथ। പേര് വിശ്വസിക്കുന്നത്? कितने लोग विश्वास कर रहे യോശുവായെ हैं? ये जोशुआ, മരണത്തിനകത്തു നിന്നെ പറിച്ചെടുത്ത് मृत्यु से तुझे बाहर निकाल कर ജീവനോട് ചേർത്ത് നിർത്താൻ जीवन के साथ जोड़ने के लिए ഒരു കരം വരുന്നുണ്ട്. एक हाथ आ रहा है। 6 ലക്ഷത്തിൽ ഒരാളാകേണ്ടവനാ യോശുവായെ നീ. जोशुआ 6 लाख में एक बनने वाला व्यक्ति होना പക്ഷെ നീ चाहिए ഇപ്പൊ था। 6 ലക്ഷത്തിൽ ഒരാളല്ല, अब तू 6 लाख में एक നീ व्यक्ति नहीं, രണ്ടിലൊരാളാ. तू 2 में एक व्यक्ति है। രണ്ടിലൊരാളാ. तू 2 में एक व्यक्ति है। എന്തിന്? क्यों? എന്റെ മോശയ്ക്ക് പകരം ഒരാളെ വേണം. क्योंकि मूसा के जगह पे एक की जरूरत है। എന്റെ മോശ കണ്ട 2 കണ്ണുകൾ കൊണ്ട് കണ്ട ദേശത്ത് കാലുകുത്താൻ 2 വ്യക്തിത്വങ്ങൾ വേണം. मेरा मूसा ने 2 आंखों से जो जगह को देखा वहाँ कदम रखने के लिए 2 लोगों की जरूरत ഞാൻ है। വിശ്വസിക്കുന്നു, तो मैं विश्वास करता हूँ, ഒരു കണ്ണ് യോശുവ, एक आंख जोशुआ, മറ്റേ കണ്ണ് കാലേബ്. दूसरी आंख कालेब। എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? അടക്കതല്ല പ്രൗഢബല ബഹതുര. ഇവിടെ ഷിഫ്റ്റിംഗ് നടക്കുക. यहाँ कुछ बदलावट हो ചിലരെ रही है। അയോഗ്യതയെന്ന് പറിച്ചിട്ട് कुछ लोगों की अयोग्यता को परमेश्वर निकाल कर യോഗ്യതയ്ക്കകത്തോട്ട് फेंक रहा है നടുക. और उन्हें योग्यता के बीच में रख रहा है। യോഗ്യതയ്ക്കകത്തോട്ട് നടുക. योग्यता के बीच में तुझे बो रहा है परमेश्वर। പറിച്ചിട്ടെടുത്ത് നട്ടാൽ നീ എങ്ങനെ ശുദ്ധനാകുന്നത്? और निकाल कर अगर तुझे कहीं और बोए तो तू शुद्ध कैसे होगा? പക്ഷെ പറിക്കുന്ന കരം വിശുദ്ധ കരമാണ്. लेकिन तुझे जो एक जगह से उखाड़ कर दूसरी जगह ഒരു रख रहा മനുഷ്യനല്ല है നിന്നെ वो പറിച്ചെടുക്കുന്നത്. एक पवित्र हाथ है। ഒരു മനുഷ്യനല്ല നിന്നെ वो പറിച്ചെടുക്കുന്നത്. एक मनुष्य का हाथ नहीं है। ശുദ്ധീകരിക്കാൻ കഴിയുന്ന കരം, एक ऐसा हाथ जो तुझे शुद्ध कर सकता है। പാപം മോചിക്കാൻ കഴിയുന്ന കരം, एक ऐसा हाथ जो तुझे पाप से അയോഗ്യതയെ छुटकारा दे सकता യോഗ്യതയാക്കാൻ കഴിയുന്ന ഒരു കരം है। एक ऐसा हाथ जो तुझे अयोग्यता से योग्यता की നിന്നെ ओर बढ़ा പറിച്ചെടുത്ത് तुझे वहां से उखाड़ कर
യോഗ്യതയുള്ളിടത്ത് നടാൻ പോവാ. योग्यता वाले जगह पे परमेश्वर बो रहा है. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ദൂത്? कितने लोग समझ रहे हैं इस वाणी ഇന്ന് को? പകൽ ഇവിടെ ചിലത് നടക്കുക. आज सवेरे यहाँ कुछ चीजें घट रही ഇന്നത്തെ है. ദൂതിനോട് കണക്ട് ആകാൻ കഴിയുന്നവർ കണക്ട് ആകുക. आज की इस वाणी इसके साथ जो लोग जुड़ सकते हैं वो लोग जुड़े. ഇത് സന്തോഷിന്റെ പഠിച്ച പഠനമല്ല. ये संतोष ने की हुई पढ़ाई नहीं എന്നെ है. ഇവിടെ ഇരുത്തി ദൈവം തരുന്ന ലൈവ് ദൂതായത്. मुझे यहाँ बिठाकर जो परमेश्वर इस वक्त मुझे बोल रहा है वो मैं आपसे बांट रहा हूँ. നീ ഇപ്പൊ കയറി തൊട്ടാൽ, अबाशिक हो दो. ഈ ദൂതിൽ ഇപ്പൊ നീ കയറി अगर പിടിച്ചാൽ, इस वाणी को तू आज हासिल करे, GRH-നെ അല്ല നീ കയറി പിടിക്കുന്നത്, तू GRH को नहीं पकड़ रहा, സന്തോഷിനെ അല്ല കയറി तू പിടിക്കുന്നത്, संतोष को नहीं पकड़ रहा, പകരം ആത്മാവിനെ കയറി പിടിക്കുന്നത്. पर तू पवित्र आत्मा को पकड़ ഞാൻ रहा. ഭയത്തോടെ ഇവിടെ നിൽക്കുന്നത്. मैं डर के साथ बैठा ഈ हूँ, ഹോള് വിശുദ്ധമായതുകൊണ്ടല്ല, क्योंकि इसलिए नहीं कि ये हॉल पवित्र है. ഈ ഇപ്പോഴെ ഇവിടെ വെളിപ്പെട്ട സാന്നിധ്യം വിശുദ്ധമാണ്. ओ यहाँ जो उपस्थिति है वो पवित्र है. നിന്നെ മാറ്റാൻ കഴിയുന്ന സാന്നിധ്യം. एक ऐसी उपस्थिति जो बदल सकती है. അറബല ഹതുരഹട കസിയ അർത്ഥനാദികാന പ്രതികരിക്കാൻ കഴിയുന്നവർ ദൈവത്തോട് जो പ്രതികരിച്ചാണ്. परमेश्वर से बात कर सकते हैं वो बात करे. लादो പ്രതികരിച്ചാട്ട് परमेश्वर से इसके बारे में जवाब दे सकते वो जवाब ഇന്ന് दे. പകൽ ചില മരണങ്ങൾ തിരുത്തപ്പെടുകയാണ്. आज सवेरे कुछ मृत्यु को परमेश्वर हटा रहा है. യായിറോസിന്റെ വീട്ടിൽ നടന്നതുപോലെ, जिस प्रकार जायरस के घर में हुआ, നൈനിലെ വിധവയുടെ വീട്ടിൽ നടന്നതുപോലെ, नाइन के उस विधवा के घर में हुआ, ബെഥേലിൽ മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ നടന്ന പോലെ मार्ता मरिया के घर में जो हुआ, ഇന്ന് പകൽ ചില മരണങ്ങൾ आज തിരുത്തപ്പെടുകയാണ്. सवेरे कुछ मृत्यु हट रही है. ചില മരണങ്ങൾ, कुछ मृत्यु, നീ വിധിച്ച ചില മരണങ്ങൾ, ऐसी मृत्यु जो तुझे लगा कि होने वाली है, നടക്കത്തില്ലെന്ന് എഴുതിയ ചിലത്, ऐसा जो तूने बोला कि नहीं हो सकता, സാധ്യതയില്ലെന്ന് പറഞ്ഞ ചിലത് तूने बोला कि असंभव है, ഇന്ന് ദൈവം തിരുത്തുകയാ. आज परमेश्वर उसको बदल रहा ഇന്ന് है. തിരുത്തുകയാ. आज परमेश्वर उसको बदल നിന്നെ रहा है. കൊണ്ടത് തിരുത്താൻ കഴിയത്തില്ല. तू नहीं बदल सकता, തിരുത്തപ്പെടാൻ ഒരു സാധ്യതയുമില്ല. तेरे पास ऐसी कोई योग्यता भी नहीं, പക്ഷെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, पर असंभवता को संभव बनाने वाला, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ असंभवता को ഇന്ന് संभव പകൽ बनाने वाला, തിരുത്തുകയാ. वो आज उसको बदल रहा ഇന്ന് है. തിരുത്തുകയാ. आज उसको बदल रहा है. അർത്ഥനാദികൾ പ്രൗഢബലവ. ഇത് തിരുത്തിയെഴുന്ന പകൽ ये सवेरे जो वो चीजों को बदल നിന്റെ रहा है, ആരോഗ്യത്തിൽ ചിലത് തിരുത്തുക, तेरे आरोग्य के मंडल में कुछ चीज बदलावट നിന്റെ आ रही മനസ്സിൽ है, ചിലത് തിരുത്തുകയാ. तेरे मन में बदलावट को ला रहा है. നിന്നിൽ എഴുതി വച്ച ദുഷ്ടന്റെ ചില രേഖകൾ ഇന്ന് തിരുത്തുകയാ. दुष्ट ने जो तेरे विरुद्ध बोला है उन बातों को वो बदल रहा है. ബന്ധനങ്ങൾ നിനക്ക് നേരെ പണിത ചില പ്ലാനുകൾ എന്റെ ദൈവം ഇന്ന് തിരുത്തുകയാ. बंधनों ने जो तेरे लिए विरुद्ध एक योजना की उसको आज परमेश्वर बदल रहा है. നിന്റെ ടെറിട്ടറി ഒളിച്ചിരിക്കുന്നവൻ ഒളിച്ചു വച്ച ചിലത് ദൈവം ഇന്ന് പരസ്യമായി പൊളിക്കുക. तेरे क्षेत्र में जो छुप कर बैठकर कार्य कर रहा है आज परमेश्वर उसको बाहर ला रहा है. പള്ളിയുടെ പേര് പറഞ്ഞ് കുരുട്ട് കണ്ണാക്കി നിന്നെ ബന്ധിച്ച ചില മണ്ഡലങ്ങൾ യേശു കർത്താവ് ഇന്ന് പകൽ പൊളിക്കുകയാണ്. आलय के नाम में, मंदिर के नाम में तेरे आंखों को अंधा कर कर तुझे एक जगह पर बांध कर रखने वाले उस बंधन को परमेश्वर तोड़ रहा है. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम में. നിന്റെ കണ്ണിൽ വെളിപ്പെടാതെ മറഞ്ഞിരുന്ന പലതും तेरे आँख के सामने नहीं आया और छुप कर बैठा ऐसी चीजें ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ തുറക്കുകയാണ്. परमेश्वर की आत्मा आज उसको खोल रही നിനക്ക് വേണ്ടി है, തുറക്കുകയാണ്. तेरे लिए खोल रही है. रिखा से आलबा शमदरादरगा से आलबा रिगादलरबा उडबरबा शिखारियादलबा अडगलरबा കയറി വരാൻ കഴിയാത്തടത്ത് जहाँ तू आ नहीं पा रहा നിന്റെ കൈക്ക് പിടിച്ച് കയറ്റിക്കൊണ്ടുവരാ वो तेरे हाथ को पकड़कर तुझे ले जा रहा है. എന്റെ ദൈവം ഇന്ന് പകൽ റെഡിയാ. आज परमेश्वर उसके लिए तैयार है. ഇന്ന് പകൽ റെഡിയാ. वो तैयार है ആ तेरे लिए. കരം റെഡിയാ. वो हाथ तैयार है. എത്ര പേര് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്? कितने लोग उसके लिए प्रार्थना करने के लिए ആ तैयार കൈയുടെ है. സ്പർശനം എനിക്ക് വേണം. मुझे वो हाथ मुझे छूना चाहिए. എന്നെ തൊട്ട കൈ, जो हाथ मुझे छुआ, എന്നെ തട്ടി എഴുന്നേപ്പിച്ച കൈ, जिस हाथ ने मुझे उठाया, ഞാൻ അതാണ് ഇന്ന് പ്രസംഗിച്ചത്. मैं उस हाथ का प्रचार कर रहा हूँ. പക്ഷെ ആ തട്ടലിന് ഇത്രത്തോളം കരുത്തുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. मैं नहीं जानता था कि उस हाथ के बारे में बोलने में इतनी सामर्थ्य അത് है. ഇന്ന് ഇവിടെ റിലീസ് ആക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. परमेश्वर आज यहाँ उसको उंडेलना चाहता है. അത് ലിറ്ററലി അതുപോലെ അനുഭവിക്കാൻ ആഗ്രഹമുള്ളവർ ചോദിച്ചോ. जो लोग उसको उसी स्तर पे अनुभव करना चाहते हैं परमेश्वर से पूछना शुरू അത് करें. ഈ ദിവസങ്ങളിൽ സംഭവിക്കും. वो इन दिनों होने वाला है. അത് നിന്റെ അവകാശമാണ്. वो तेरा अधिकार है.
है, നിന്റെ അവകാശമാണ്. वो तेरा अधिकार है. നിന്റെ ആത്മീയ പിതാവിന് അത് ദൈവം തന്നെങ്കിൽ अगर तेरे आत्मिक पिता को परमेश्वर ने वो अनुभव दिया है അത് तो മക്കൾ കാലുകുത്തി പ്രാപിക്കും. ओ मेरे बच्चे उसको पैर रखकर हासिल करेंगे. അതിന് തയ്യാറാകാൻ तैयार हो जाए, എല്ലാ കണ്ണുകളും അടച്ചാണ്. सारे आंखें बंद हो. എത്ര പേര് ദൈവത്തോട് ചോദിക്കും, कितने लोग परमेश्वर से पूछेंगे, ദൈവമേ परमेश्वर ആ കൈയുടെ സ്പർശനം എനിക്ക് വേണം, वो हाथ मुझे छूना है, परमेश्वर എന്റെ മരണത്തെ തിരുത്തുന്ന ആ കൈ എനിക്ക് വേണം, वो हाथ जो मेरे मृत्यु को बदल सकता है, എന്റെ ജീവിതത്തിലെ പരാജയങ്ങളെ തിരുത്തുന്ന കൈ मेरे എനിക്ക് വേണം, जिंदगी के हार को बदलने वाला वो हाथ, എന്റെ വാഗ്ദത്തത്തെ എഴുതി പൂർത്തീകരിക്കുന്ന കൈ എനിക്ക് വേണം. वो मेरे वायदों को पूरा करने वाला वो हाथ. എനിക്ക് ആ ദേശമല്ല വേണ്ടേ, मुझे वो देश नहीं എനിക്ക് चाहिए, നിന്നെയാ വേണ്ടേ. मैं तुझे चाहता हूँ നിന്റെ കൈ എനിക്ക് परमेश्वर. വേണം, मुझे तेरा हाथ चाहिए നിന്റെ परमेश्वर, കണ്ണ് എനിക്ക് വേണം, मुझे तेरी आंखें चाहिए നിന്റെ കാൽ परमेश्वर, എനിക്ക് വേണം, मुझे तेरे पैर चाहिए നിന്റെ ഓരോ परमेश्वर, അവയവങ്ങളും എനിക്ക് तेरे വേണം. हर अंग मुझे चाहिए परमेश्वर, കാരണം നിന്റെ സ്വരൂപമാണ് ഞാൻ, क्योंकि मैं तेरा स्वरूप എനിക്ക് हूँ, നിന്നെ വേണം, मैं तुझे चाहता എനിക്ക് നീ हूँ, ഇല്ലാതെ പറ്റില്ല. मैं तेरे बगैर नहीं जी എത്ര പേർക്ക് सकता. പ്രാർത്ഥിക്കാൻ കഴിയും, कितने लोग प्रार्थना यीशु कर बचा। सके, यीशु मसीह എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല, मैं तेरे बगैर नहीं जी എന്റെ ലൈഫിൽ सकता, നീ വേണം, मैं तुझे चाहता हूँ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കണ്ട. तेरे बगैर मैं नहीं जी യേശു सकता. എനിക്ക് അങ്ങയെ വേണം, यीशु मसीह मैं तुझे चाहता യേശുവെ हूँ, എനിക്ക് അങ്ങയെ വേണം. यीशु मसीह मैं तुझे चाहता പ്രാർത്ഥിക്കാൻ हूँ. കഴിയുന്നവരൊക്കെ जो പ്രാർത്ഥിച്ചാണ്. लोग ये प्रार्थना कर सकते हैं प्रार्थना करना शुरू करें. ഓ രക്തം ജയം, ലബാ രക്തം രബ ജയം. ശിഖാ നടന്ന് രബ. പ്രാർത്ഥിക്കണം തോന്നുന്നവർ നടന്ന് പ്രാർത്ഥിച്ചാൽ, चल के प्रार्थना करने का मन है तो चल के प्रार्थना എഴുന്നേറ്റ് करें, നിൽക്കണമെന്ന് തോന്നുന്നവർ എഴുന്നേറ്റ് खड़ा നിന്നാട്ടെ. रहने का मन करे तो खड़ा रहे. സമർപ്പിക്കേണ്ടവരൊക്കെ സമർപ്പിച്ചാട്ടെ. जो लोग समर्पण करना चाहते हैं वो सब लोग समर्पण നിങ്ങൾക്ക് करें. സ്വാതന്ത്ര്യം തരുന്നു. मैं आपको आजादी देता हूँ. പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ പ്രകടിപ്പിച്ചാട്ടെ. वो पवित्र आत्मा से अपनी इच्छाओं को प्रकट നിങ്ങളുടെ करें, ഇഷ്ടങ്ങൾ അവനോട് പ്രകടിപ്പിച്ചാട്ടെ. अपनी इच्छाओं को बोले पवित्र आत्मा को, ആഗ്രഹങ്ങൾ അവനോട് പറഞ്ഞാട്ടെ. अपनी इच्छाओं को बोले पवित्र നിന്നെ आत्मा से. ക്രിസ്തുവിനോട് അടുപ്പിക്കുന്നവനാവൻ. वो तुझे मसीह के साथ जोड़ेगा, പരിശുദ്ധാത്മാവ് നിന്നെ ക്രിസ്തുവിനോട് അടുപ്പിക്കും. पवित्र आत्मा तुझे मसीह के साथ जोड़ेगा, ക്രിസ്തുവിനെ നിനക്ക് വെളിപ്പെടുത്തി वो തരും. मसीह को प्रकट कर देगा ക്രിസ്തുവിനെ നിന്നെ പിതാവിന്റെ അടുക്കൽ എത്തിക്കും. और मसीह के द्वारा तुझे पिता तक पहुंचाएगा. ക്രിസ്തു നിന്നെ പിതാവിലെത്തിക്കും. मसीह तुझे पिता तक ഇത് നീ पहुंचाएगा. സ്വർഗവുമായി കണക്ട് ആകുന്ന പകല. ये तू स्वर्ग से जुड़ने वाला समय है. പിതാവ് നിനക്ക് ചിലത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. पिता कुछ प्रकट करना चाहता है. യേശുവിനൂടെ പത്രോസ് കൂടിയപ്പോൾ जब यीशु और पत्रोस एक साथ हुए, പിതാവ് പത്രോസിന് ചിലത് വെളിപ്പെടുത്തിയതുപോലെ जिस प्रकार पिता पत्रोस को कुछ प्रकट कर പരി- रहा था, യേശു കർത്താവ് നിന്നെ പിതാവിന്റെ അടുക്കൽ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. यीशु मसीह तुझे पिता के सामने प्रकट करने की അവൻ इच्छा ചിലത് रखता है. വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. वो कुछ प्रकट करने की इच्छा അതുകൊണ്ട് ഇന്ന് रखता പകൽ है. പരിശുദ്ധാത്മാവിനോട് പറ, इसीलिए आज तू पवित्र आत्मा से बोल, എനിക്ക് യേശുവിനെ വേണം, मैं यीशु को चाहता എനിക്ക് हूँ, യേശു ഇല്ലാതെ പറ്റത്തില്ല, मैं यीशु के बगैर नहीं എനിക്ക് जी ആ സ്പർശനം सकता. വേണം, मैं चाहता हूँ कि वो मुझे छुए, എനിക്ക് ആ ദർശനം വേണം, मैं वो दर्शन देखना चाहता हूँ, എനിക്ക് ആ സ്പർശനം വേണം, मैं चाहता हूँ कि वो मुझे छुए, എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണണം, मैं अपने आंखों से എന്റെ देखना चाहता കാതുകൊണ്ട് हूँ, കേൾക്കണം, मैं अपने कानों से सुनना എനിക്ക് चाहता हूँ, അനുഭവിക്കണം. मुझे अनुभव करना है. പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ जो പ്രാർത്ഥിച്ചാട്ടെ. लोग प्रार्थना कर सकते हैं वो ഇനി प्रार्थना എന്റെ करें. സമയമല്ല, ये मेरा समय ഇനി नहीं है. പരിശുദ്ധാത്മാവ് നിങ്ങളും കൂടെയുള്ള സമയം. अब ये समय आपका और पवित्र आत्मा का समय है. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രതികരിച്ചാട്ടെ. आप पवित्र आत्मा से बातें करना शुरू करें. നിങ്ങളുടെ കാതിനി ഈ ബോക്സിൽ നിന്ന് വരുന്ന ശബ്ദത്തിനല്ല ശ്രദ്ധിക്കണ്ടേ, अब यहाँ से आने वाली आवाज पर ध्यान न लगाएं. പകരം കർത്താവിന്റെ ആത്മാവ് പറയുന്ന ശബ്ദത്തിനെ पवित्र ഏൽപ്പിച്ചു. आत्मा के आवाज के अधीन करने के लिए अपने आप को तैयार कर.